بسم الله والصلاة والسلام على رسول الله محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم تنزيل من الرحمن الرحيم. كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون. وقالوا قلوبنا في أكنة مما تدعونا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إننا عاملون. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فاستقيموا إليه واستغفروه وويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون. إن الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. قل أئنكم لتكفرون بالذي خلق الأرض في يومين وتجعلونه له أندادا ذلك رب العالمين. وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في 4 أيام سواء للسائلين. بسم الله الرحمن الرحيم. സൂറത്ത് ഫുസ്സിലത്ത്. ഹാമീം. ഹാമീം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ഹുറൂഫെ മുഖത്തിയാത്ത് എന്നാണ് അതിന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളെ അറിവില്ലായ്മനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മക്കാണ്. നമ്മളാണെങ്കിൽ എല്ലാം അറിയുമെന്ന് വിചാരിച്ചിട്ട് നടക്കാണ്. പക്ഷെ അറിയാത്തത് കുറേ ഉണ്ട്. നമുക്കറിയാത്തതാണ് എന്തുള്ളത് കൂടുതൽ. എപ്പോഴും നമ്മൾ ഉള്ളിലൊരു ബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. നമുക്കാകെ കുറച്ചേ അറിയുള്ളൂ, ബാക്കി അറിയാത്തതാണെന്ത് കൂടുതൽ അറിയാത്തതാണ്. ചിലപ്പോൾ ചില ആളുകളുടെയൊക്കെ IQ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇത്ര യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ കഴിയുന്നത് എന്തെങ്കിലുണ്ടായാൽ യൂസ് ചെയ്യാത്തതായിരിക്കും കൂടുതലുണ്ടാകും, കുറച്ചേ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്നറിയാം. അതേപോലെ ഇൽമ് അത് വരന്ന് നടക്കുന്ന സാധനമാണ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് ഡിഗ്രിയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായാലും ചിലതിൽ PhD ഒക്കെ എടുത്താൽ നമ്മളറിയാം നമ്മളതിൽ വലിയ സംഭവമാണെന്ന്. സത്യത്തിൽ അതൊക്കെ അങ്ങനെ വിശാലമായി കിടക്കണേ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജനങ്ങൾ ചോദിച്ചു, ഇന്നത്തെ കാലത്ത് ഏറ്റവും അറിവുള്ള ആളാരാണ്? ആരോടാ ചോദിച്ചേ? മൂസാ നബിനോട്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാനാണ്. സത്യത്തിൽ ആരെന്നെയാണ്? മൂസാ നബിയാണ്. കാരണം തൗറാത്തും നബിയുമാണ്. പക്ഷെ ഞാനാണ് എന്ന് പറഞ്ഞത് എന്തായില്ല, ഇഷ്ടമില്ല. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, മൂസ അങ്ങനെയാണല്ലേ, എന്നാ എനിക്കറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരെ ഞാൻ കാണിച്ചുതരാം, പരിചയപ്പെടുത്തിയരാ പറഞ്ഞിട്ട് ആണെന്ത് ചെയ്തത്, യാത്ര പോകാൻ പറഞ്ഞത്. ഒരു മീനൊക്കെ പൊരിച്ചിട്ട് കൊട്ടയിലൊക്കെ ആക്കി സാധനങ്ങളൊക്കെ ആയിട്ട് പോയി. അങ്ങനെ എവിടെത്തി? ഒരു പാറപ്പുറത്തൊക്കെ നിർത്തി. അവിടെ ഇറങ്ങി അവിടെ ഭക്ഷണം കഴിച്ച് പിന്നെ പോയി. അപ്പൊ ആളെവിടെ ഉണ്ടാകുക എന്ന് വെച്ചാൽ പറഞ്ഞു, മീൻ എവിടെയാണോ നഷ്ടപ്പെടുന്നത് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ കുറച്ചേ കഴിഞ്ഞ് പോയതിനു ശേഷം മനസ്സിലായത് മീനാ പാറപ്പുറത്തിരുന്ന് അവിടെ കഴിക്കണം. അവിടുന്ന് എന്ത് ചെയ്തേന് മിസ്സായി. പിന്നെ തിരിച്ചൊക്കെ വന്ന് അവിടെ വന്ന് നോക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ എന്തുണ്ട്, ഒരിങ്ങനെ ദ്വാരം വെള്ളത്തിലേക്ക് മീനിങ്ങനെ പോയ അടയാളാണ്. അങ്ങനെ അതിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒരു വയസ്സായാളുണ്ട്. അയാളോട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ
ഞങ്ങളെ കൂടെ കൂടച്ചെന്നൊക്കെ പറഞ്ഞു. എന്റെ കൂടെ കൂടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. മദ്രസയിൽ അഡ്മിഷൻ കൊടുക്കാൻ തയ്യാറില്ല. അപ്പൊ പറഞ്ഞു അത് പറ്റില്ല, ഞാൻ എങ്ങനെയാണ് ഞാൻ ക്ഷമിച്ചോളാം തയ്ച്ചോളാം. അപ്പൊ പറഞ്ഞ് എനിക്ക് എന്റെ കൂടെ എന്ത് ചെയ്യാൻ കഴിയില്ല, ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല. ഇന്നക്കലൻ തസ്തതിഅ മഅയ സബറ, എന്റെ കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. എവിടെ നിങ്ങൾ കേട്ട മാതിരിണ്ടല്ലേ? ഏതാണ്? സൂറത്ത് കഹ്ഫിൽ എല്ലാ വെള്ളിയാഴ്ച ഓതല്ലേ? ഇത് തന്നെയാണ് സാധനം. നമ്മൾക്ക് അല്ലാഹു കാര്യം മനസ്സിലാക്കാൻ തോന്നിയിട്ട് നമ്മളെന്നും ഓതി വിടുന്നുണ്ട്. ഒരു ഐഡി ഒന്നും അറിയാതെ അങ്ങനെ വായിച്ചു. ഇംഗ്ലീഷ് പത്രം വായിക്കണം. അതിനാണ് സ്കൂളിൽ പോലത്തെ ആള്. ABC ഒക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ വായിച്ചിങ്ങനെ. അപ്പൊ ഏതായാലും അഡ്മിഷനൊക്കെ കൊടുത്ത് വിട്ടു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് പോവാണ്. സാധനങ്ങളും സാമഗ്രികളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒരു നദീന്റെ അല്ലെങ്കിൽ കടലിന്റെ കരയിൽ ഇങ്ങനെ നിന്നു. അങ്ങനെ കപ്പലൊക്കെ അങ്ങനെ കാത്തുനിന്നു. അപ്പോണ്ട് ഇദ്ദേഹത്തിനെ കണ്ടിട്ട്, അദ്ദേഹം അവിടുത്തെ സുപരിചിതനായ ആളാണ്. അദ്ദേഹത്തിനെ കണ്ടപ്പോ ഒരു കപ്പൽ ദൂരെ പോകണ ഒരു കപ്പൽ ഇങ്ങോട്ട് അടുപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു എവിടുക്കാ പോണെന്ന് ചോദിച്ചു. ഞങ്ങൾ നന്നാ കയറി കൂടി അതിനെ അങ്ങനെ കയറ്റി. കൂലിയൊന്നുമില്ല, വെറുതെ കൊണ്ടുപോവാണ്. ഇതിൽ എങ്ങോട്ട് വന്ന് കൂട്ടി കൊണ്ടുപോവാണ്. അങ്ങനെ കപ്പലൊക്കെ ഇരുന്ന് സാധനങ്ങളൊക്കെ ടൂളൊക്കെ എടുത്തിട്ട് ഒരു പലക അടിച്ചു പൊളിച്ചു. ആരെയും അതൊക്കെ ആനയൊക്കെ തട്ടിപ്പൊളിച്ച്. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ സഹിക്കാൻ കഴിയാം, ശരീഅത്തിന്റെ നബിയാണ്. മൂസാ നബി അലൈഹി സ്വലാം അപ്പ ചോദിച്ചു, എന്ത് അഖറഖ്തഹാ ലിതുഗ്രിഖ അഹ്ലഹാ ലഖദ് ജിഇത ശൈഅൻ ഇംറാ. ഈ കപ്പലിനെ എന്തിനാണ് നിങ്ങൾ പൊളിച്ചത്? ഇവര് നമ്മളോട് ഒരു എന്ത് വാങ്ങില്ല, ഒരു പ്രതിഫലമൊന്നും ചോദിക്കാതെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകല്ലേ, ഈ കപ്പൽ എന്തിനാ പൊളിച്ചതെന്ന് ചോദിക്കണ്ടേ. അപ്പൊ കപ്പലിന്റെ മുന്നിൽ ഒരു ചെറിയ കുരുവി വന്നിട്ട്, കുരുവി അറിയില്ലെങ്കിൽ ചെറിയ കൊക്കങ്ങുള്ള കുരുവി വന്നിട്ട് ഒരൊറ്റ പോക്ക് എവിടേക്ക്, വെള്ളത്തേക്ക്. എന്നിട്ട് ആ ചുണ്ടോട് ഇങ്ങനെ കുറച്ച് വെള്ളം കുടിച്ച് ഇങ്ങനെ വന്നിട്ട് കപ്പലിന്റെ ആ മുന്നിൽ തന്നെ വന്നിരുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, കൂടുള്ള ആള് മൂസാ നബിയോട് പറഞ്ഞു, ആ കുരുവി കടലിൽ നിന്ന് എത്ര വെള്ളമാണോ എടുത്തത് അത്ര വെള്ളമാണ് ലോകത്തിലെ എല്ലാരെയും ഇൽമ്. ആ കടലാണ് ആരുത്? അള്ളാഹുവിന്റെ. ഫസ്റ്റ് തന്നെ മറുപടിയും കിട്ടി. ഏത് എന്താ പോലെ തമ്മിലുള്ള പ്രശ്നം, അള്ളാഹുമായിട്ടുള്ള പ്രശ്നം എന്നൊക്കെ ഉള്ളത് ഫസ്റ്റ് മറുപടി കൊടുക്കാണ്. ഇൽമ് എന്ന് പറഞ്ഞത് ആ കടലാണ്. അതിനാ ഇത് കൊത്തിയതാണ്, ആ കുരുവി കൊത്തിയതാണ് ആരുതത്? എല്ലാവർക്കും കൊടുത്തത്. അപ്പൊ തന്നെ മൂസാ നബിക്ക് സംഗതി എന്തായാലും. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ഇൽമ് നമുക്കുണ്ട് നമ്മൾ വിചാരിക്കാണ്. ആർക്ക് എനിക്ക് ഇൽമില്ല എന്ന് മനസ്സിലായി കിട്ടിയോ ഓനാണ് ഏറ്റവും വലിയ ആലിം. ഇമാം അഹ്മദ് ബിൻ ഹംബലാണോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിനാണ് രണ്ടാളിൽ ഒരാളോട് എത്രയോ ചോദ്യം ചോദിച്ചു. അതിൽ 3/4% അദ്ദേഹം ലാ അദിരി എന്നാണ് പറഞ്ഞത്. എന്ത് മദ്ഹബിന്റെ ഇമാമാണ്. അദ്ദേഹം പറയും എനിക്കറിയില്ല. അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും എനിക്കറിയാം. ഒരു 10 ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറയാം ഞാൻ, അതിൽ 7 എന്ത് ചെയ്തില്ല, എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. അറിയില്ല എന്ന് പറയുന്നതിന് ഒരു നാണക്കേടിന്റെയും എന്താ നിങ്ങൾ പോയി പറയാത്ത, പ്രത്യേകിച്ച് ദീനിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ദീനിന്റെ കാര്യത്തിൽ അറിയില്ലെങ്കിൽ എന്തെന്നെ പറയണം. ഒരാളോട് വഴി വെച്ചാൽ അയാൾക്ക് അറിയില്ലെങ്കിൽ അയാളെ ഏറ്റവും നല്ല വർത്താനം എന്താണ് പറയുക? എനിക്കറിയില്ല, നിങ്ങൾ വേറെ ഞാൻ ഇവിടെ പുതിയ ഒന്ന ആളാണെന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു. ചിലർ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ പറയും. ഈ ചങ്ങായി എന്താ ഉദ്ദേശിച്ചാൽ അയാൾ പാട്ട് പോയിക്കോളല്ലോ, പിന്നെ കുടുങ്ങലക്കാരനെ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ദുനിയാവിന്റെ വഴിയും പറഞ്ഞു കൊടുക്കരുത്. അറിയില്ലെങ്കിൽ ആഖിറത്തിന്റെ വഴി തീരി. ദുനിയാവിന്റെ വഴി തെറ്റി കഴിഞ്ഞാൽ ഒരു കറങ്ങൊക്കെ കറങ്ങിയാൽ എന്ത് ചെയ്തോളൂ, ആഖിറത്തിന്റെ വഴി തെറ്റിച്ച് പറഞ്ഞു കൊടുത്താലോ. അതുകൊണ്ട് നമ്മളോട് ആൾക്കാർ പലതും ചോദിക്കും. നമ്മൾ ദീനിയായ ആൾക്കാരാണെന്നുള്ള നിലയിൽ നമ്മളോട് പലതും ചോദിക്കും. എന്ത് എന്താണ് അതിലത്ര, അതിന് എനിക്കറിയില്ല എന്ന് പറയാൻ നമുക്ക് എന്തായില്ല. അത് പറഞ്ഞ ജീവ എങ്ങനത്തിനാ ഖുർആൻ ക്ലാസ്സിനൊക്കെ പോണെന്ന് ചോദിക്കും ആൾക്കാർ. ജവൻ ഭയങ്കര ദീന്റെ ആളാണല്ലോ എന്ന്. അതൊന്നുമില്ല വഴി വരാൻ. അറിയില്ലെങ്കിൽ അറിയില്ല. എല്ലാ കാര്യവും ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞോളെന്ന് പറയും. ഒരു നിർബന്ധമില്ല. നിബിധങ്ങൾ സാധനങ്ങളോട് ചോദിച്ചു, മത്ത സാധനം ചോദിച്ചു, എപ്പോഴാ ചെയ്യാമെന്നാണ് ചോദിച്ചു. നിബിധങ്ങൾ സാധനങ്ങൾ എന്താ പറഞ്ഞത്? മൽ മസ്ഊലു എന്താ മൽ മസ്ഊലു ആലമു ബിസ്സായി, മൽ മസ്ഊലു ആലമു ബിസ്സായി. ചോദിച്ച ആളെക്കാൾ കൂടുതൽ അറിവുള്ള ആളല്ല ആ കാര്യത്തിൽ ചോദിക്കപ്പെട്ട ആള്. എന്നുവെച്ചാല്
ആരോടാണോ ചോദിക്കപ്പെട്ട് നിബിധങ്ങൾ സാധനങ്ങൾ പറയാണ്. എനിക്ക് ഈ ചോദിച്ച ആളത്രയും കൂടി ഈ കാര്യത്തിൽ ആരോ പറയാണ് റസൂലുള്ളാഹിങ്ങൾ പറയാണ്. അറിയില്ല എന്ന് പഠിക്കല് പറഞ്ഞില്ല, അതിന് നിസ്ഫുൽ ഇൽമാണ്. എനിക്കറിയില്ല എന്ന് പഠിക്കൽ എന്താണ്? നമ്മളൊന്നും അവിടെ എത്തി. നമ്മൾ വിചാരിക്കും എളുപ്പല്ലേ. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും ആൾക്കാർ. ഏകദേശം ഓൻക്കൊരു മനസ്സിലാക്കിയ കാര്യം കണ്ടാവും. ആകെ പറഞ്ഞു കൊടുക്കും. ആകെ മര്യാദയ്ക്ക് എത്തിയൊക്കെ ഫുള്ള് ഉൾട്ടയിക്കും. അതുകൊണ്ട് എന്തെങ്കിലും പറയരുത്. ദീനിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ആയിരിക്കാമെന്നൊന്ന് വിചാരിച്ച് നമ്മൾ പറയരുത്. എനിക്കറിയില്ല, ഏതാ അലിമിനോട് ചോദിച്ചോളി അറിയാം. ഞാൻ ചെരുപ്പച്ചോറക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്താണ് കല്ലിന്റെ പരിപാടിയാണ്, അല്ലെങ്കിൽ വേറെന്താ എന്തെങ്കിലുമൊക്കെ പരിപാടിയാണെന്നൊക്കെ പറയാം. ഞാൻ അതിന്റെ പണിയാണ്. അതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ അറിയില്ല പറഞ്ഞ ആവുമ്പോ അല്ലാതെ പറയാനൊന്നും പറയുവായി. നമ്മൾ വിചാരിച്ചു ചെരുപ്പച്ചവടക്കാരനെല്ലാം ചെരുപ്പിനെ പറ്റി അറിയുന്നു. അതൊന്നും അറിയില്ല. ഓനാ കൊണ്ടു നിൽക്കണ ചെരുപ്പിനെ പറ്റിയൊക്കെ അറിയാം. വേറെ എന്തൊക്കെയോ ലോകം ചെരുപ്പുണ്ടാവും. അപ്പൊ എനിക്ക് അറിയുന്ന കാര്യമാണ് പറയാം. മറ്റൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ആരോടെങ്കിലും നിങ്ങൾ ആലിമീനോട് ചോദിച്ചോളി എന്ന് പറഞ്ഞേക്കാം. വേഗം വിട്ടേക്കുക. അല്ലെങ്കിൽ ആൾക്കാരെന്താവും പരിവായി ആൾക്കാർ വഴി തെറ്റിപ്പോവും. ഏറ്റവും വലിയ അപകടം അതാണ്. ഏത് ആൾക്കാർക്ക് വെറുതെ എന്തെങ്കിലും തെറ്റായ മസല കൊടുത്ത് അയാൾ വേറെ ആളോട് പറഞ്ഞെടുത്ത് അങ്ങനെ ആ അമൽ അങ്ങനെ പോകണ്ടാവും. ഈ സാധു കുടുംബ അവസാനം ചെയ്യാമെന്നുള്ളെത്തുമോ? അതുകൊണ്ട് മസലകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറഞ്ഞേക്കണം. നമ്മളെ തൊപ്പിയോ നമ്മളെ താടിയോ അല്ലെങ്കിൽ നമ്മളെ കോലോ നമ്മളെ ദീനിയായ ചുറ്റുപാടോ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അമ്മായിട്ടൊക്കെ ചോദിക്കല്, മൂത്തമ്മൻ്റെയൊക്കെ ചോദിക്കല്. ഇല്ലാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മോശമല്ല. അല്ലല്ല, അഭിമാനാണെന്ത് പറയുവായി. എനിക്കറിയില്ല എന്നറിയില്ല, അഭിമാനാണ്. അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയാൻ പഠിക്കണം. മനസ്സിലായില്ലേ? ഒന്ന് ജാഹിലുണ്ട്, അറിയില്ല. രണ്ടോൻ ജാഹിലാണെന്നുള്ള കാര്യം അവനക്കറിയില്ല. അത് വലിയ അപകടമാണ്. മനസ്സിലായില്ലേ? എന്ത് ഒന്നും അറിയില്ല, അത് കുഴപ്പമൊന്നുമില്ല. അറിയാത്തവരെല്ലാം ഉണ്ടാവും. പക്ഷെ അവൻ അറിയില്ല, അവൻ ജാഹിലാണെന്നുള്ള കാര്യം ഓൻക്കറിയില്ല. അത് വലിയ അപകടം ചെയ്താവും. ജഹൽ മുറക്കം എന്ന് പറഞ്ഞ സാധനമുണ്ട്. മനസ്സിലായില്ലേ? തെറ്റായിട്ടറിയാം, അത് വലിയ പ്രശ്നമാണ്. ഒന്നറിയില്ല, രണ്ട് അറിയില്ല എന്നുള്ള കാര്യം അറിയില്ല, മൂന്ന് തെറ്റായിട്ട് മനസ്സിലാക്കി വെക്കുക, അത് വലിയ അപകടമാണ്. അതെന്താണ് ആ പോണ ചോദിച്ചു? അത് വാപ്പയാണെന്ന് പറഞ്ഞാൽ മോശമാണ്. കഴുതാനാ പോണ മിനിമം അറിയില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അവന് കഴുതാനെന്ന് അറിയില്ല, കുഴപ്പമില്ല. തെറ്റായിട്ട് പറഞ്ഞാലോ അത് ഭയങ്കര അപകടം. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അറിയില്ല എന്ന് പറയാൻ ഒരു മടിയും വിചാരിക്കണ്ട. ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല, അത് മട്ടത്തിന് ചോദിക്കാം. ഇല്ലെങ്കിൽ ഓൽക്ക് തന്നെ ചോദിക്കാനുള്ള ആരെങ്കിലും നമ്പർ എന്തെങ്കിലും കൊടുത്ത് നിങ്ങൾ തന്നെ ചോദിച്ചേക്കി അറിയാം. മനസ്സിലായില്ല വൈ? കാരണം എന്താ പറഞ്ഞാൽ എല്ലാ മസലും ഒരേപോലെയല്ല. എല്ലാവർക്കും എല്ലാ കാര്യവും പറയുവായി ഒരേപോലെ ആയിരിക്കില്ല. ഇസ്ലാമിന്റെ വിധിയായില്ല. ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വിധികൾ ഉണ്ടാവും. അതൊക്കെ അതിന്റെ എയിമുള്ള ഉലമാക്കൾക്ക് എന്ത് ചെയ്യുള്ളൂ, അതറിയുള്ളൂ. ഇങ്ങനെ വരുമ്പം അങ്ങനെയാണ്, അയ്യ വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് വേഗം അങ്ങോട്ടേക്ക് വിട്ടേക്കണം. അതുകൊണ്ട് അല്ലാഹു തആല നമ്മൾ ഓർമ്മാക്കാണ് ഹാമീം അല്ലാഹു അലം ബി മുറാദിഹി. അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് ആർക്കറിയുള്ളൂ? തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം. തൻസീലുൻ അത് അവതീർണമായതാണ്. ഏത്? ഈ ഖുർആൻ. മിനർ റഹ്മാനിർ റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകൻ, റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി. നമ്മൾ മലയാളം അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലാണ്ട് അതിനപ്പുറത്ത് പഴയ ആൾക്കാർ പറയില്ല, ഈ അനുസരിച്ചവർക്കും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. റഹീം എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്തിൽ ഗുണം ചെയ്യുന്നവൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 100 ഉറുപ്പിക എടുത്താൽ മറ്റൊരു 100 ഉറുപ്പിക എടുക്കുക, അങ്ങനെ സെയിം ചെയ്യുന്ന അതല്ല ഉദ്ദേശിച്ചത്. വഴിപ്പെട്ടോ വഴിപ്പെട്ടില്ലേന്ന് നോക്കാതെ ഒരുപോലെ ഉപകാരം ചെയ്യാം, അതാണ് റഹ്മാൻ. അതാണ് അള്ളാഹു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹ് ഇല്ലാന്ന് പറഞ്ഞവനും കുട്ടികളെ കൊടുക്കണ്ട്. ആര്? കുട്ടികളാരാ ശരിക്കും കൊടുക്കണത്? അള്ളാഹ് വേണം. അള്ളാഹ് കൊടുക്കാതെക്ക ഇവന് ഞാൻ ഇല്ലാന്ന് പറഞ്ഞവനാണ് കൊടുക്കണ്ട. പിന്നെ ഓ തെങ്ങ് വെച്ചാൽ എന്ത് കൊടുക്കരുത്? തേങ്ങ കൊടുക്കരുത്. ഓൻ വായിച്ച വായും കൊടുക്കരുത്. ഓൻ വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ടാൽ റിവേഴ്സ് ആണോ? മനസ്സിലായില്ലേ?
അങ്ങനൊന്നും ആരും ചെയ്യില്ല. വൈ പറയും അള്ളാഹു ചെയ്യില്ല. അള്ളാഹു ഓൻ കല്യാണം വെച്ചാൽ അവന് കുട്ടികളെ കൊടുക്കും, ഓൻ വായിച്ച ചിലപ്പോൾ വലിയ പോലെ കൊടുക്കും. ആർക്ക് ഇല്ല. അന്ന് അള്ളാഹു താല അന്ന് നോക്കി കൊടുക്കുന്ന ആളല്ല. അവൻ റഹ്മാനാണ്. അവനെന്താണ് പറയുവായി? അവൻ റഹ്മാനാണ്. അവൻ റഹ്മാനാണ്. ഫിറൗൻ അത്ര ഉസാറാക്കി കൊണ്ടുവരുന്ന ആര്? അള്ളാഹു. ഒരു തലവേദനയും കൂടി ഉണ്ടായില്ല എന്നാ അതിനെ പറ്റി പറഞ്ഞത്. അത്ര സെറ്റപ്പിൽ ഭരിച്ച വേറെ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അത്ര അടിച്ചുപൊളി. ഫിറൗനതിൽ ഔത്താദ്, കുറ്റികളുടെ ഉടമയായ ഫിറൗൻ. അവന്റെ ഭരണത്തിന്റെ കുറ്റുറപ്പയുന്നു. ചോദ്യം ചെയ്യാൻ എന്തില്ല. എത്ര കുട്ടികളെ കൊന്ന്? എന്നിട്ട് ആരും ചോദിച്ചോ? മൂസാ നബിക്ക് പകരമായിട്ട് കുറെ കുട്ടികളെ കൊന്നില്ലേ? ആരും ചോദിക്കാനൊന്നും ആളില്ലല്ലോ. ഓ എന്താ വീരന്? ആരെങ്കിലും അങ്ങനെ വിധിക്കോ? ജനിക്കണ മുഴുവൻ കുട്ടികളെ കൊന്നാലി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ചക്ക നടപ്പിലാക്കാൻ ആൾക്കാരുണ്ട്. ഇത്ര സെറ്റപ്പില്. ഓനാണ് മഹാധിക്കാരിയാണ്. അനറബുക്കുമില്ല എന്ന് പറഞ്ഞ ആളാണ് ആര്? അപ്പൊ അല്ലാഹു തആല ഓനും കൊണ്ടെടുക്കുന്നുണ്ട്. ഓന്റെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ധിക്കാരിനെ കൊണ്ടെടുക്കുന്നുണ്ട്, ഖാറൂനെ കൊണ്ടെടുക്കുന്നുണ്ട്, ശദ്ദാദിനെ കൊണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ അവൻ റഹ്മാനാണ്. അവന് അതിലൊരു മാറ്റമില്ല. പിന്നെ അവൻ റഹീമാണ്. റഹീം എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ വഴിപ്പെട്ടവർക്ക് മാത്രം, വഴിപ്പെടാത്തവർക്ക് അവിടെ ഉണ്ടാവില്ല. ഇവിടെ രണ്ടുപേർക്കും കൂടും. ഇവിടെ രണ്ടുപേർക്കും കൂടും. ഇതൊരു വലിയ അള്ളാഹുവിന്റെ നാമങ്ങളിൽ വലിയ നാമാണിത്. ഏത്? റഹ്മാൻ. പറയാം ബിസ്മിയിൽ ചേർത്തിട്ടുണ്ട്, സൂറത്ത് റഹ്മാൻ ഉണ്ട്, എല്ലാ സ്ഥലത്തും. ഏറ്റവും ഉയർന്ന നാമാണ്. കാരണം അള്ളാഹുവിന്റെ കരുണയാണത്. മാലിക് യൗമിദ്ദീൻ പറയുന്നുണ്ട്, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ. അതൊരു വമ്പ സംഭവമാണ് പ്രതിഫലം നൽകാറിനാല്. സുബ്ഹാന റബ്ബിയൽ അസീം. ആലോചിച്ച ബേജാറാവും നമുക്ക്, ഓർക്കിട്ടൂല. ഞമ്മക്കിപ്പോ ഒന്നും അങ്ങനെ അറിയാത്തോണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സുഖമായിട്ട് ഉറങ്ങുന്നത്. അതിന്റെ അർത്ഥം ശരിക്കും അറിഞ്ഞാൽ മനുഷ്യന് ഉറങ്ങാൻ കഴിയില്ല. കാരണം എല്ലാ തരിമ്പ് കുരുമ്പിനെ പറ്റി ഇവിടെ രീതി കയറിയാൽ തന്നെ 8 മണിക്കൂർ ചോദ്യം ചെയ്ത് പറഞ്ഞാൽ 12 മാസം ജയിലിലിട്ട മൈലാണ്. നമ്മളിങ്ങനെ സാധാരണ കേൾക്കലല്ലോ, 8 മണിക്കൂർ ചോദ്യം ചെയ്തു, 20 മണിക്കൂർ ചോദ്യം ചെയ്യുന്നൊക്കെ. അതൊക്കെ 20 മാസം ജയിലിലിട്ട പോലെയാണ് ആ ചോദ്യം ചെയ്യാറുണ്ടായത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി കുറുക്കിട്ട് ചോദ്യം തന്നെ ശിക്ഷിക്കും. എപ്പോഴാണ് ബസ് കയറിയിരിക്കും? 8:45 ഇവിടെ എപ്പോഴും എത്തിയേക്കും. അപ്പോൾ ഏകദേശം അന്താതിൽ 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഇന്നലത്തെ കാറൊക്കെ കറക്കി അടിച്ചിങ്ങനെ വരുമ്പോ പിന്നെ ജില്ല പറഞ്ഞ 8:45 കയറി എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഓനെന്നെ മനസ്സിലാവും ഇത് കളവാണെന്ന്. ഓ സത്യത്തിൽ കറക്റ്റൊക്കെ കയറിയിട്ടുണ്ടാകുക, പക്ഷെ ഒക്കെ കറക്കി കുത്തി ഇവനെ ശരിയാക്കും. ആ ചോദ്യം ചെയ്യലിന് ആരെങ്കിലും വിധേയരായിട്ടുണ്ടെങ്കിൽ ഓരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഈ ദുനിയാവിന്റെ ആൾക്കാർ. കാരണം അവിടെ അത്ര നോട്ട് ചെയ്ത് അത്ര ചോദ്യം ചെയ്യൽ വേറെ സ്റ്റൈലാണ്. നമ്മൾ ചോദിക്കുന്ന മയിരുന്നല്ല. അപ്പൊ അല്ലാഹു തആല ചോദിച്ചാൽ എന്തേക്കും കഥ? അല്ലാഹു തആല നമ്മളെ കണ്ണിനെ പറ്റി ചോദിച്ചു, നമ്മളെ ചെവിനെ പറ്റി ചോദിച്ചു, നമ്മൾ ഈ കാലയളവിൽ കണ്ടു തീർത്തത്, നമ്മൾ പറഞ്ഞു തീർത്തത്, നമ്മൾ കുടിച്ചു തീർത്തത്, നമ്മൾ തിന്ന് തീർത്തത്, അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ? നമ്മളോടൊക്കെ ഇപ്പൊ ഉച്ചക്ക് എന്ത് തിന്നു ചോദിച്ചാൽ എന്നെ ആലോചിക്കുന്ന ടീമാണ് ആര്? ഞാൻ പേടുന്ന ചോറുന്നതെന്നൊക്കെ ആലോചിച്ചു, ഇന്നിപ്പോ എന്താ തിന്നൊക്കെ. കാരണം അത്ര അവസ്ഥയിൽ നമ്മളില്ല. പക്ഷെ ഫുള്ള് ചോദ്യം ഉണ്ടാവും, ഫുള്ളിന് ഉത്തരം പറയേണ്ടി വരും, ഫുള്ള് ഓക്കാവും. ആര്? മനുഷ്യർ പോയി ലോക്കാവും. അതുകൊണ്ടാണ് ഹിസാബ് ഒരു വല്ലാത്ത സംഭവമാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ സാധനങ്ങൾ ശുപാർശ ചെയ്യുന്ന പറഞ്ഞാൽ എന്തിനാ? സ്വർഗത്തിലാക്കാനല്ല ശുപാർശ, പിന്നെ എന്തിനാണ്? ഇതൊന്ന് വിളിക്കാൻ വേണ്ടിട്ട്. ഏത് കേസ്? ഇതൊന്ന് കണക്കം ചോദ്യം ചെയ്ത്. അപ്പൊ ജനങ്ങൾ പറയുന്ന പറഞ്ഞത് നരകത്തിലാണ്, നരകത്തിക്കെങ്കിൽ പോയാൽ ഒരു സമാധാനം ഉണ്ടായി. ഇവിടുന്ന് ഒരു കഴിച്ചിലായിട്ടാ മതി. തന്നെ എവിടുന്ന് നരകം എന്താന്ന് പോയിട്ട് എന്ത് ചെയ്യില്ല, അറിയില്ല. അപ്പൊ ഏറ്റവും വലിയ അടങ്ങേറുള്ള സ്ഥലമാണ് മഹ്ശർ. അവിടെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്ന ദിവസമാണ് മാലിക്ക്, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ. അവന്റെ മുന്നിൽ എല്ലാവരും മുട്ടുപറിച്ചിട്ടുണ്ടാവും. നബിതങ്ങൾ ശാസനങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അല്ലാഹു തആല വിചാരണയെ കുറിച്ച് പറഞ്ഞു. അപ്പം നബിതങ്ങൾ ശാസനങ്ങൾ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് പറഞ്ഞതിനെ പറ്റി ചോദിച്ചപ്പോൾ നബിതങ്ങൾ ശാസനം പറഞ്ഞു, ആ പേപ്പർ ഞാൻ വെറുതെ നോക്കിയിട്ട് പോയിക്കോന്ന് പറയലാണ്. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും അല്ലാഹു തആല വിചാരണ ചെയ്യാണ്, മൻ നൂഖിഷ ഫഖദ് ഹലക, ആരെങ്കിലും അല്ലാഹു ചികഞ്ഞ് അന്വേഷിച്ച് വിചാരണ ചെയ്താൽ അവൻ നശിച്ചത് തന്നെയാണ്. മനസ്സിലായെനിക്ക്? അതുകൊണ്ട് വിചാരണ ഒരു ഭയങ്കര കടുപ്പുള്ളതാണ്. ഒരാരും ഒരിക്കലും
സംസാരിക്കുന്നത് ഞാൻ കേട്ടു. മാലിക് യൗമിദ്ദീൻ, അതിന്റെ അർത്ഥത്തെ എങ്ങനെ പറയില്ലേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വേദന ബേജാറുണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് സമാധാനം ഉണ്ടായാൽ എന്താണ് പറഞ്ഞാൽ അതിന്റെ മുന്നേ എന്ത് പറഞ്ഞിട്ടുണ്ട് അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് സമാധാനം ഉള്ളത്. അത് പറഞ്ഞതിന് ശേഷമാണ് എന്ത് പറഞ്ഞത്, ഞാൻ റഹ്മാനാണ് ഞാൻ റഹീമുമാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് മാലിക് യൗമിദ്ദീൻ പറഞ്ഞത്. അതൊരു സമാധാനമുള്ള വാക്കാണ്. എന്ന് വെച്ചാൽ അല്ലാഹു തആല വലിയ കരുണുള്ളവനാണ്, കരുണ കാണിക്കും. അതന്നെയാണ് അല്ലാഹു തആല പറഞ്ഞത്. തൻസീലും മിനർ റഹ്മാനിർ റഹീം. കിതാബുൻ, ഇതൊരു കിതാബാണ്. ഫുസ്സിലത്ത് ആയാത്തുഹു. ഫുസ്സിലത്ത് എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചിട്ടുണ്ട്, വിശദീകരിക്കപ്പെട്ടതാണ്. ആയാത്തുഹു, അതിന്റെ ആയത്തുകൾ, അതിന്റെ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ ആയത്തുകൾ എന്താണ്, വിശദീകരിക്കപ്പെട്ടതാണ്. ഖുർആനൻ അറബിയൻ, എന്താണ്, അറബിയായ ഖുർആനാണ്. ഖുർആൻ എന്തിലാണ്, അറബിയിലാണ്. ലിഖൗമി യഅലമൂൻ, ഒരു ജനതയ്ക്ക് വേണ്ടി. യഅലമൂൻ എന്ന് പറഞ്ഞാൽ അറിയുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന്. ഈ ഖുർആൻ ഇറക്കിയത് വിശദീകരണത്തോടു കൂടിയാണ്. ഖുർആന്റെ ഒരായത്ത് തന്നെ മറ്റേതിന് എന്ത് ചെയ്യുന്നുണ്ട് വഴി അതിന്റെ വിശദീകരണം ഉണ്ടാവും. ഒരു സ്ഥലത്ത് ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ചിലപ്പോൾ വിശാലായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിന് ഖുർആൻ തന്നെ അതിനെ വിശദീകരിക്കുന്നുണ്ട്. വിശദീകരിക്കപ്പെട്ട ആയത്തുകളാണത്. ഫുസ്സിലത്ത് ആയാത്ത്. ഖുർആനൻ അറബിയൻ, അറബി ഭാഷയിലാണ് ഖുർആൻ ഉള്ളത്. അറബി ഭാഷ ഏറ്റവും നല്ല ഭാഷയാണ്, ഏറ്റവും നല്ല ഭാഷയാണ് അറബി ഭാഷ. നിബിതങ്ങൾ തങ്ങൾ പറഞ്ഞു, അന അഫ്സഹുൽ അറബ്, ഞാൻ അറബുകളിൽ ഏറ്റവും നല്ല ഫസീഹായ നല്ല സ്ഫുടമായ സംസാരം സംസാരിക്കുന്ന ആളാണ് ഞാൻ. നിബിതങ്ങൾ തങ്ങൾ പറയുന്നത് അന അറബിയുൻ, ഞാൻ അറബിയാണ്. വലുഗത്തുൽ ഖുർആനി അറബിയുൻ, ഖുർആന്റെ ഭാഷ അറബിയാണ്. വലുഗത്തു അഹ്ലുൽ ജന്നത്തി അറബിയുൻ, സ്വർഗവാസികളുടെ ഭാഷ എന്താണ്, അറബിയാണ്. അതുകൊണ്ട് അറബി ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അറബി ഭാഷ പഠിക്കണം പോയി. അല്ല, മനുഷ്യൻ വിചാരിക്കണം ഇവൻ ഇംഗ്ലീഷൊക്കെ പഠിച്ചാൽ ഇവൻ എന്താവും. അങ്ങനെയാണ് ഇംഗ്ലീഷുകാർ വന്നാണ്ട് പോയി. കോവളത്ത് കടലക്കണോന്ന് അറിയന്ത്, കോവളം മനസ്സിലായില്ലെങ്കിൽ തിരുവനന്തപുരത്ത് അവിടെ കടലക്കണ ചക്കന്മാര് മറ്റേ ഇംഗ്ലീഷ് അറിയാം. വാസൊന്നല്ല, ഏത് മറ്റേ യൂറോപ്യന്റെ ഇംഗ്ലീഷ് പറയും. ആര് പോയി കടല കച്ചവടക്കാരനോ, അവന്റെ പണി എന്താണ് പറയും. ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് ഇപ്പൊ കഴിച്ചില്ലാണ്ട് ഗൈഡുകളൊക്കെ കാണാം എവിടെങ്കിലൊക്കെ. ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഗൈഡ് ഉണ്ടാവും. ഓമ്പല ഇത്തരം ഇങ്ങനെ നടക്കണാണ്. അമ്മക്കെന്നെ ചോദിച്ചു മുടിച്ചു. ഏത് ഓൾക്ക് അതൊക്കെ പറഞ്ഞു, ഈ കുറ്റി അതാണ്, ആ കല്ല് ഇതാണ്, ആ പറമ്പ് ഇതാണ്. ഭയങ്കര ഇംഗ്ലീഷിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇംഗ്ലീഷ് അറിയാമോ കഴിച്ചില്ലാണ്ടോ, ഓൻ കഴിച്ചില്ലാണ്ട്, ഓനും കഴിച്ചില്ല. അത് നമ്മള് തെറ്റായ ധാരണയാണ് ഒക്കെ. പക്ഷെ അറബി പഠിക്കണം. അറബി പഠിച്ചാൽ ഖുർആനാണ്. കേൾക്കുമ്പോൾ ഒരു ബോധം ഉണ്ടാവും, ഓർമ്മ ഉണ്ടാവും. പക്ഷെ അറബി നമ്മൾ പഠിപ്പിക്കുന്നില്ല, നമ്മൾ പഠിക്കൂല. നമുക്കാകെ മാഫി, പിന്നെന്താ കുബൂസ്, പിന്നെന്താ ഐവ, പിന്നെ സവ ഉണ്ടോ, അങ്ങനെ എന്തൊരു വാക്കുണ്ടല്ലേ. പിന്നെ അഷ്റ, ഇശ്രീൻ, സലാസൂൻ, 40, 50 ഒക്കെ അറിയാം. കാരണം പൈസന്റെ കണക്ക് വേഗം പഠിക്കണല്ലേ. ഏത് 50, 700 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിലല്ലേ കണക്കൊക്കെ വേഗം പഠിക്കാം. അത് പൈസക്ക് മാത്രമുള്ള അറബി നമുക്കറിയുള്ളൂ. അതും മര്യാദക്ക് പഠിച്ചില്ല. ഇതിന്റെ എന്താ അസിൽ, ഇതിന്റെ എന്താ കാര്യമൊന്നും നോക്കില്ല. കുബൂസ് എന്നാണ് അറബികളെ ഇപ്പൊ പറയൽ. കുബൂസ് എന്നാണ്. എന്ത് ബഗാല മുഴുവൻ നടത്തുന്ന ആരാണ്? മലയാളികളാണ്. അതുകൊണ്ട് മോനോട് കുബൂസ് എന്നൊന്നും പറഞ്ഞാല് സാധനം കിട്ടൂല. അതുകൊണ്ട് അറബി തന്നെ ഒന്ന് പറയും കുബൂസ് എന്ന്. ഓരോ വാദ കേടെത്തിയാന്ന്. ആര് കുബൂസ് എന്നുള്ളതിന് ഖാക്കെ പറയാനുള്ള മടിയോണ്ട് മലയാളം എന്താക്കിയതാണ്, കാക്കിയാണ്. ഇവിടെ കുബൂസാക്കി. ഇതിലേ അപ്പൊ അറബിക്ക കിട്ടണമെങ്കിൽ അറബി എന്തറിയണോ? കുബൂസ് അറിയണം. അതുകൊണ്ട് അറബി പഠിക്കണം പോയി.
അറബി പഠിക്കണം. കുറച്ച് മെൻകെട്ടാ മതി. ചെറിയ ചെറിയ വാക്കുകളുടെ അർത്ഥം ശരിക്കും നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഓരോ വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ എഴുതിയെടുത്ത് പോയാൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ വേറെ ഇതേമാതിരി വേറെ സ്ഥലത്തൊക്കെ വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഖുർആൻ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഖുർആൻ വേഗം മനസ്സിലാവുന്ന ഭാഷയാണ്. ഒരാൾ അറബിയിൽ എഴുതിയ പഠിക്കുകയൊക്കെ ചെയ്താൽ ഇത്ര എളുപ്പം ഉണ്ടാവില്ല. ഹദീസിന്റെ വാക്ക് വളരെ ലളിതയിക്കും. ഏതാൾക്കും മനസ്സിലാവുന്ന വാക്കുകളേക്കും അധികം ഉണ്ടാവുക. ഖുർആനൻ അറബിയൻ, പിന്നെ ലിഖൗമി യഅലമൂൻ, മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ബഷീറൻ വനദീറ, ബഷീറാണ് എന്ത് ഖുർആൻ, സന്തോഷവാർത്ത അറിയിക്കും. പിന്നെ വനദീറ, മുന്നറിയിപ്പ് നൽകും ചെയ്യും. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും. ഖുർആൻ താക്കീത് നൽകും, ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കും. വബശ്ശിരിൽ മുഅ്മിനീൻ എന്നൊക്കെ ഉണ്ടാവും. പിന്നെ ഫഅറള അക്സറുഹും, ഫഅറള എന്ന് പറഞ്ഞാൽ മുഖം തിരിക്കുക, പിന്തിരിയുക. അതിന്ന് തൊട്ട് എന്ത് ചെയ്യുക, തിരിഞ്ഞു കളയുക. ഫഅറള അക്സറുഹും, അധികം ആൾക്കാരും എന്താണ് അതിന് തിരിഞ്ഞു പോകും. ഏതെന്ന് വൈ ഖുർആൻ. അതിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന്, മുസ്ലിമീങ്ങളായ ആൾക്കാർ എന്തായാലും തിരിഞ്ഞിട്ടല്ലത്, മുസ്ലിമീങ്ങൾ തന്നെ ഖുർആനിന് തിരിഞ്ഞിട്ടല്ലത്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. അധികം ആൾക്കാരും തന്നെ നമ്മൾ ദീനുണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ വരെ ഖുർആനിന് തിരിഞ്ഞിട്ടാണ്. വെച്ചാൽ ഖുർആൻ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഫഹും ലാ യസ്മഊൻ എന്നാൽ അവർ കേൾക്കുന്നുമില്ല. ഒരു ഖുർആൻ കേൾക്കാനോ ഖുർആന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നും അധികം ആൾക്കാരും ഉണ്ടാവില്ല. കളി കാണാൻ ഇപ്പൊ എത്ര ആൾക്കാരുണ്ടാവും? ഇവിടെ ഒരു സ്ക്രീൻ വെച്ചു കൊടുത്താൽ, ഏസി കെട്ടിട്ട് സ്ക്രീൻ വെച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ പറയും, ഇരിക്കാൻ തന്നെ ഉണ്ടാവും, തള്ളയിക്കും. അതിന് അനൗൺസും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, സ്ക്രീൻ വെച്ച് തന്നാ പിന്നെ അങ്ങോട്ട് പേരല്ലേ. ഖുർആൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഇത് എത്ര ആയിട്ട് എന്താത് അങ്ങോട്ട് മുന്നിക്കാട് ബാക്കിക്കാട് പോകത്ത് അങ്ങനെയൊക്കെയാണ്. എന്താണ് പറഞ്ഞാല് ഫഹും ലാ യസ്മഊനാണ്, കേൾക്കാൻ കഴിയില്ല. ഖുർആൻ കേട്ടാൽ തന്നെ ചില ആൾക്ക് എന്താവും, ഒരു സൈസ് അലർജി ആയിക്കും. മുസ്ലിമീങ്ങൾക്ക് അലർജി ഉള്ള ആൾക്കാരുണ്ട്. ഖുർആൻ കേട്ടാൽ ഒരു ഇടങ്ങാറാകുന്ന ആൾക്കാർ. കാരണം ദുനിയാവിനോട് ആർത്തി കൂട്ടുമ്പോൾ ഖുർആൻ കേൾക്കാൻ പേടിക്കും. കാരണം ഖുർആനിൽ ഓരോ അവസ്ഥകൾ പറഞ്ഞിട്ടാല് പിന്നെ കേൾക്കാക്കലാണെന്ത് ചില ആൾക്കാർ ബുദ്ധിയായിട്ട് കണ്ടത്. കേട്ടില്ല പിന്നെന്തില്ല, അറിയില്ല, ടെൻഷനില്ല. മരണത്തെക്കുറിച്ചൊക്കെ കേട്ടാൽ ടെൻഷനാവും. അതുകൊണ്ട് കേൾക്കാന്നാല് കുറെ കാലം എന്ത് ചെയ്യാ, സുഖമായിട്ട് ജീവിക്കാൻ ആ സാധു വിചാരിക്കണേ ഏടെ. അതുകൊണ്ട് ഖുർആൻ പറയാണ് ഫഅറള അക്സറുഹും ഫഹും ലാ യസ്മഊൻ, അവരെന്ത് ചെയ്യില്ല, അവർ കേൾക്കുന്നില്ല. വഖാലൂ, അവർ പറയുന്നു എന്ത്, ഖുലൂബുനാ ഫീ അകിന്ന മിമ്മാ തദ്ഊനനാ ഇലൈ, നീ ഏതൊന്നിലേക്കാണോ ഞങ്ങളെ വിളിക്കുന്നത് ആ കാര്യത്തിൽ ഞങ്ങളെ ഹൃദയങ്ങൾ എന്ത് ചെയ്യാണ്, മൂടിക്കുള്ളിലാണ്. ഖുലൂബുനാ ഫീ അകിന്നത്തിൻ, എന്തിനാണ്, മൂടിന്റെ ഉള്ളിലാണുള്ളത്. എന്നുവെച്ചാൽ ഹൃദയം എന്ത് ചെയ്യാണ്, അടഞ്ഞു കിടക്കാണ്, മൂടി വെച്ച മാതിരിയാണ്. മൂടി വെച്ച പാത്രത്തിലേക്ക് എന്ത് കയറൂല, പൈപ്പൊക്കെ തുറന്നിട്ടിട്ട് മൂടി വെച്ചാൽ പിന്നെ അതിൽ എന്തെങ്കിലും കയറും. ഖുലൂബുനാ ഫീ അകിന്ന, ഞങ്ങളെ ഹൃദയങ്ങൾ എന്താണ്, മൂടിക്കുള്ളിലാണ്. എന്ന് വെച്ചാൽ ഹൃദയത്തിക്കൊന്നും കയറൂല. ഹൃദയത്തിക്ക് കയറിയിട്ട് എന്തുള്ളൂ, കാര്യമുള്ളൂ. തലേക്ക് കയറിയിട്ട് കാര്യമില്ല. ഹൃദയത്തിക്ക് കയറണം, ഹൃദയം തുറന്നിട്ടണം. ഹൃദയം തുറന്നിട്ട് ആ കാര്യം വേ അംഗീകരിക്കും, വേ അമലികളാവും. ഹൃദയം കേട്ടിയില്ല, തലച്ചോറിലുള്ളത് ചെവി വഴി തലച്ചോറിലേക്കാണ് പോയെങ്കിൽ പിന്നെന്തുണ്ടാവില്ല, അത് തലച്ചോറിൽ അങ്ങനെ കിടക്കും. പക്ഷെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല, കാരണം തലച്ചോറിന് ജീവിതത്തിനെ സ്വാധീനിക്കാനുള്ള കഴിവില്ല. ഹൃദയമാണെന്ത് ശരീരത്തിനെ മൊത്തം എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നു. വിധങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന ഫിൽ ജസദിൽ മുദ്ഗ ഇദാ സലഹൽ ജസദ് കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ലു അലാ വഹിയൽ ഖൽബ്. നിശ്ചയം മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് മോശമായാൽ
ശരീരം മുഴുവൻ മോശമായി. അലാ വഹിയൽ ഖൽബ്, അതെന്താണ്? ഹൃദയമാണ്. ഹൃദയമാണ് എന്ന് നിങ്ങൾ അറിയിൻ എന്ന് പറഞ്ഞ പോലെ ഹൃദയം ഒരു കാര്യം ഏറ്റെടുത്താൽ ആ കാര്യങ്ങൾ നടപ്പിൽ വരൽ എളുപ്പവും. ഹൃദയത്തിലേക്കറിഞ്ഞ എന്നാൽ കാര്യങ്ങൾ എളുപ്പവും. പക്ഷേ ഹൃദയങ്ങൾക്ക് മൂടിച്ചാലോ പിന്നെ എത്ര പറഞ്ഞാലും എന്താവില്ല. നമ്മൾ ചില ആൾക്കാരെ പറ്റിയൊക്കെ വല്ലവരും എത്രയോ അവനോട് പറഞ്ഞു കൊടുത്തു, അവന് മനസ്സിലാവില്ല എന്നൊക്കെ. സംഗതി എന്താണായി? ആര് മൂടിച്ചന്? അള്ളാഹു മൂടിച്ചന്. ഇനി എത്ര ഓൽക്ക് നമ്മൾ തെളിവുകൾ നിരത്തി കൊടുത്താലും എന്താവൂല, ഓൽക്കത് മനസ്സിലാവൂല. നമ്മൾ ഈ ചങ്ങായിക്ക് ഇനിയും മനസ്സിലാവില്ല. മനസ്സിലാണെങ്കിൽ എന്ത് വേണം? വഴി ആ മൂടി അള്ളാഹു തുറക്കണം. അതാണ് പറഞ്ഞത് വഖാലു ഖുലൂബുനാ ഫീ അകിന്ന മിമ്മാ യദഊനനാ ഇലൈഹി മിമ്മാ തദഊനനാ ഇലൈഹി. ഏതൊന്നിലേക്കാണോ ഞങ്ങൾ വിളിക്കുന്നത് ആ കാര്യത്തെപ്പറ്റി ഞങ്ങളുടെ ഹൃദയങ്ങൾ എന്താണ്? മൂടിയിലാണുള്ളത്. വഫീ ആദാനിനാ വഖ്റുൻ, ഞങ്ങളുടെ ചെവികളിലാണെങ്കിൽ എന്ത് ബാധിച്ചിട്ടുണ്ട്? ബധിരത ബാധിച്ചിട്ടുണ്ട്. കേൾക്കൂല, ചെവിയും തീരെ ഇതമാതിരി കേൾക്കാത്ത മാതിരി ആയിട്ടുണ്ട്. വഫീ ആദാനിനാ വഖ്റുൻ വമിൻ ബൈനിനാ വബൈനിക ഹിജാബ്, ഞങ്ങളുടെയും നിന്റെയും ഇടയിൽ എന്തുണ്ട്? ഹിജാബ് ഉണ്ട്, മറണ്ട്. എന്തുണ്ട് വൈ? ഹിജാബ് കേട്ടില്ല ഞങ്ങള്? എന്താ ഹിജാബ്? നമ്മളെ ഹിജാബ് ഇടാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? മറണ്ട്, ഹിജാബ്. വമിൻ ബൈനിനാ വബൈനിക ഹിജാബുൻ ഫഅമൽ, അതുകൊണ്ട് നീ പ്രവർത്തിക്കുക. ഇന്നനാ ആമിലൂൻ, ഞങ്ങളും പ്രവർത്തിക്കുന്നവരാണ്. എന്നുവെച്ചാൽ ഈ എന്റെ പണിയൊക്കെ എടുത്തോ, ഞങ്ങളെ പണി ഞങ്ങളോട് ഈ പറയണ്ട. അവൽ അങ്ങോട്ട് പറയാണിത്. ഏത്? ഖാലൂ, അവര് പറയാണ് എന്ത്? ഖുലൂബുനാ ഫീ അകിന്ന, ഞങ്ങളെ ഹൃദയമൊക്കെ എന്തായിന്? മൂടി വെച്ചിട്ടുണ്ട്. വഫീ ആദാനിനാ വഖ്റുൻ, ഞങ്ങളെ ചെവികൾക്ക് എന്ത് ചെയ്തതിന്? ബധിരത ബാധിച്ചിട്ടുണ്ട്, അടഞ്ഞു കിടക്കുകയാണ്. പിന്നെ വമിൻ ബൈനിനാ വബൈനിക ഹിജാബ്, ഞങ്ങൾ നിന്റെ ഇടയിൽ എന്തുണ്ട്? മറണ്ട്. അതുകൊണ്ട് ഫഅമൽ, ഈ എന്റെ കാര്യം ചെയ്തിട്ട് പോയിക്കോ. ഇന്നനാ ആമിലൂൻ, ഞങ്ങളെ എന്നുവെച്ചാൽ ചിലവരുണ്ടല്ലോ, ആക്കെ നമുക്കറിയാ, നമ്മളവിടെ എന്ത് ചെയ്യണ്ട, ഉപദേശിക്കണ്ട, നിങ്ങളേതാ ടീമെന്ന് നമുക്കറിയാ, ഇനി നമ്മളോട് പറയണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞാല് സംഗതി ഞങ്ങൾക്കൊക്കെ എന്തായിന് അടച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യില്ല, പറഞ്ഞ് നിങ്ങൾ ആയുസ് സമയം പാഴാക്കണ്ട എന്നർത്ഥം. ഹൃദയങ്ങൾക്ക് മൂടി വീഴുക അത് വലിയൊരു സംഭവമാണ്. പിന്നെ എത്ര ഹക്ക് പറഞ്ഞാലും പച്ചക്ക് ഹക്ക് വന്നാലും എന്താവൂല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരണമെന്ന് പറഞ്ഞു ആര്? മക്ക മുശ്രിക്കീങ്ങൾ. അതെന്താ വേണ്ടിയെന്ന് വെച്ചാൽ പറഞ്ഞു ചന്ദ്രനെ പുലർത്തിയാൽ മതിയാണ്. എന്താ ഈ ചന്ദ്രനെ പുലർത്തുക പറഞ്ഞപ്പോ എമ്മാതിരി പരിപാടിയാണ്. അത് നടക്കും ഇപ്പൊ ഒരാളോട്. നിബിധങ്ങളായിക്കോട്ടെ എന്ന് അള്ളാഹിനോട് ചോദിച്ചു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ എന്താക്കി കൊടുത്തു പോയി പുലർത്തി കൊടുത്തു. എന്നിട്ട് ചങ്ങായി മരിച്ചു വെച്ചോ? നിങ്ങൾ പറയും ചന്ദ്രന്മലൊന്നും ആർക്കും എന്ത് ചെയ്യാൻ കഴിയൂല. ഇവിടെ ബാക്കിയില്ലെങ്കിലൊക്കെയാണ് എന്ത് കാട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. ചന്ദ്രമൽ എന്ത് കാട്ടാണ്? അതായിട്ട് പുലർത്തി കൊടുത്തു. ഒരു പുലർപ്പ് ഇവിടെ, ഒരു പുലർപ്പ് അപ്പുറത്തും. അല്ലാണ്ട് ചെറിയൊരു വരച്ചതല്ല. ഒരു പീസ് ജബൽ അബൂബൈദിന്റെ ഒരു പീസ് 10 ആയി അവിടെ പിളർന്നത് കാണിച്ചു കൊടുത്തു. പക്ഷെ ആ ചങ്ങായിമാരെന്താക്കില്ല, വിശ്വസിച്ചില്ല. അപ്പൊ നമ്മൾ ഇയാൾക്ക് തെളിവൊക്കെ കാണിച്ചു കൊടുത്താൽ ചില ആൾക്കാരെന്താവും നന്നാവും എന്നൊക്കെ വിചാരിക്കും. ചില ആൾക്കാർ നമ്മളുടെ അടുത്തൊക്കെ പിടിച്ചു വെച്ച് കൊണ്ടുവരും. ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. മനസ്സിലായില്ലേ? ഭയങ്കരതാണ്, അങ്ങനെയാണ്. 2 വർഷമാണ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എന്തായിന്, ഇതൊക്കെ സീലൊക്കെപ്പെട്ടാണ്. ഒഴിവായ അത്രയും സമയം എന്തായി കിട്ടും, ലാഭം കിട്ടും. ഒത്തും മനസ്സിലാവില്ല, വെറുതെ തോന്നാണ്. വിജയങ്ങൾക്ക് മനസ്സിലായില്ല. ഓല ചോദിച്ചത് എന്ത് വെള്ളത്തിൽ കാണിച്ചു തരുമോ? കാണിച്ചു കൊടുത്തെന്നാ അപ്പം എന്ത് ചെയ്യണം? അറിവായി മുസ്ലിമാണ്, വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഹൃദയങ്ങൾക്ക് സീല് വെക്കുക വലിയ കാര്യമാണ്. പിന്നെ അവരോട് തർക്കിക്കണമെന്ന് പോയിട്ട് കാര്യമില്ല. കുറെ മനുഷ്യന്മാരുണ്ട് ഇപ്പം എക്സ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഒക്കെ എന്ത് ചെയ്താണ്
ഒക്കെ മൂടിയിട്ട് സീലും വെച്ച്, അതായത് 5 തുള്ളിയായിട്ട് കേറില്ല. അവർക്ക് ഇങ്ങനെ കൂടുള്ളൂ. ഏത് വൈരാഗ്യം, വിരോധം. ബാക്കിയുള്ള ആ മുസ്ലിമീങ്ങളെക്കാളും വലിയ വിരോധമാണ് ആർക്ക്? ആ ചങ്ങായിമാർക്ക്. മനസ്സിലായില്ലേ? അപ്പം ഇതുപോലെ അങ്ങനെ ആയി വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യാൻ നിൽക്കണ്ട, ബേജാറാൻ നിൽക്കണ്ട. ഓർക്ക് ഞാൻ എന്താ ആയിക്കോളണം ഒന്നുമില്ല. ഓരൊക്കെ അല്ലാതെ നല്ലോ ചെലവ് കൊടുത്ത് എന്ത് ചെയ്യും പോറ്റി കൊണ്ടെടുക്കും. ആര്? അള്ളാഹു കൊണ്ടെടുക്കും. കാരണം ബാക്കിയുള്ള മുസ്ലിമീങ്ങളുടെ നിലപാട് എന്താണെന്ന് അള്ളാഹു താല നോക്കണം. അതുകൊണ്ട് ഫഅമൽ, നിങ്ങളെ പണിയെടുത്തോളീ. ഇന്നന ആമിലൂൻ. എന്താണ്? ഇന്നന ആമിലൂൻ, ഞങ്ങളെ പണിയെടുത്തോളാം. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിശ്ചയമായും ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ്. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിച്ചു. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിശ്ചയമായും നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹാണ്, ഏകനായ അള്ളാഹുവാണ് നിങ്ങളുടെ ഇലാഹ് എന്ന് എന്നിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വഹി അറിയിച്ചിട്ടുണ്ട്. ഫസ്തഖീമൂ ഇലൈഹി, അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെന്ത് ചെയ്യും? ചൊവ്വ നേരെയായി നിൽക്കിൻ. വസ്തഗ്ഫിറൂഹു, അവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യും. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് എന്തുണ്ട്? നാശമുണ്ട്. മനസ്സിലായില്ല? ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. എന്നുവെച്ചാൽ മനസ്സിലായില്ലേ? ഒരു സാധാരണ മനുഷ്യനാണ്. ആരുമായി അത് പറഞ്ഞതിനൂടെ കുറെ കച്ചറുണ്ടായി. ഏത് ചെറുങ്കച്ചറി. എന്ത് ഒരു നബിതങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു. ഖുർആൻ പറയാണെന്ത്? ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ള മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ പറഞ്ഞാൽ നമ്മളെന്താണ്? സാധാരണ മനുഷ്യനാണ്. അതേമാതിരി സാധാരണ മനുഷ്യനാണ് ആര്? അതിന് കച്ചറ ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? പക്ഷെ ആ പറഞ്ഞ എന്താണ്? നബിതങ്ങൾ സാധാരണ ഒരാളെ പോലുള്ള ആളാണെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ഈ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെപ്പോലെ ആണ്. തിന്നിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും? വിശപ്പുണ്ടാവും. നബിയാണ്, വിശക്കൂല. അങ്ങനെ ഉണ്ടാവും. എറിഞ്ഞാൽ എന്താവും? നബിയാണ്, നുബുവത്തുള്ള ആളാണ്, എന്താവൂല? അങ്ങനെയാണോ? അല്ല. തുപ്പി മുഖത്തേക്ക് അഭിമാനക്ഷത ഉണ്ടാവും. കാരണം അഭിമാനമുള്ള ആളാണ് ആര്? നബിമാര്. മനുഷ്യനെ അഭിമാനിച്ചത് ഉണ്ടാവും. പരിഹസിച്ചു, കൂകി വിളിച്ചു, മക്കൾ മരിച്ചു, അതിന്റെ ഒക്കെ ദുഃഖവും വേദനയൊക്കെ ആർക്കുണ്ടാവും? പാറിവായി നബിമാർക്കുണ്ടാവും. ആ പറഞ്ഞ കാര്യത്തിലൊക്കെ നിങ്ങളെപ്പോലെ തന്നെയാണ് ആര്? ഞാൻ. പക്ഷേ ഇന്നമാ അന ബശറും മിസ്ലുക്കും, പിന്നെ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയോ? യൂഹാ ഇലയ്യ, എന്നിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വഹി തന്നെ. അതോടുകൂടി എന്തായി വൈ ദർജമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മനുഷ്യ സഹജമായി എന്താണ്? ഉറങ്ങിയില്ലെങ്കിൽ പ്രയാസം, തിന്നിട്ടില്ലെങ്കിൽ പ്രയാസം, വിശക്കുക, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആർക്കുണ്ട്? ഭാര്യ, ഭർത്താവ്, വികാരം, മക്കള് മരിച്ചാലുള്ള പ്രശ്നം ഒക്കെ ആർക്കുണ്ട്? നബിമാർക്കുണ്ട്. നബിതങ്ങൾ ശാസങ്ങൾ പറയാണ് എനിക്കതുണ്ട്. നബിതങ്ങൾ ശാസങ്ങളെ മകൻ ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി എന്തായി? മരിച്ചിങ്ങനെ കിടക്കാൻ. നബിതങ്ങൾ ശാസങ്ങളെ കണ്ണിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. മകൻ മരിച്ച ആർക്ക വേദന ഇല്ലാക്ക. നബിതങ്ങളിങ്ങനെ കണ്ണെന്ന് വരുന്നു. ആരാ അടുത്തുനിന്ന് ആൾ പറഞ്ഞു മരിച്ചവരെ മേൽക്ക് അറിയാൻ പാടില്ല എന്നല്ലേ എന്ന് ചോദിച്ചു. ആരോട്? നബിതങ്ങൾ ശാസങ്ങളോട്. നബിതങ്ങൾ ശാസങ്ങൾ പറഞ്ഞു വൽ ഖൽബു യഹ്സുൻ, ഹൃദയത്തിന് വേദന ഉണ്ടാവും. വൽ ഐൻ തദ്മഅ, ഹൃദയം വേദനിച്ചാ കണ്ണിന്ന്. അതാരും ഇങ്ങനെ എന്ത് ചെയ്യുന്നല്ല. നമ്മൾ കരയുമ്പോ നമ്മളോട് കരയാൻ വേണ്ടിയിട്ട് ഒരു ഗീറൊക്കെ ഇടുമ്പോ കരയുന്ന ആണോ വൈ? ഒരു വട്ടം കണ്ട് നീക്കിയാൽ വെള്ളം ഇങ്ങനെ ഒരു ഇതിങ്ങനെ തിരിച്ചാൽ അങ്ങനെയാണോ? അല്ല. നമ്മളും കൂടി കരയണ്ടെന്ന് വിചാരിച്ചാലും എന്താവും? കണ്ണിന്ന് വെള്ളം ഇങ്ങനെ വരും. കണ്ണിന്ന് വെള്ളം ഇങ്ങനെ വരും. അത് ഓൽക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല. ഓല് പോലും അറിയില്ല.
അത് നിയന്ത്രിക്കാൻ കഴിയില്ല, നിയന്ത്രിക്കാനേ കഴിയില്ല. നമ്മൾ നിയന്ത്രിക്കാൻ വിചാരിച്ചാലും കഴിയില്ല. ചില സംഗതികളൊക്കെ ഉണ്ടാവും. നമ്മളെ മനസ്സിന് അങ്ങനെ വേദന ഉണ്ടായാൽ അവിടെ എന്ത് വരും? ചിലരുടെ ഉമ്മനെ പറ്റി പറഞ്ഞാല്, വാപ്പനെ പറ്റിയൊക്കെ പറഞ്ഞാല് എന്ത് ചെയ്യും? വേഗം എന്താവും? കൺട്രോൾ പോവും, കരഞ്ഞു പോവും. അപ്പൊ നബി തങ്ങളും ഇതേപോലെ തന്നെ പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, വൽ ഖൽബി യഹ്സുൻ, ഹൃദയത്തിന് ദുഃഖം ഉണ്ടാവും. കുട്ടി മരിക്കുക എന്നുള്ളത് ദുഃഖം തന്നെയാണ്. വൽ ഐനു തദ്മഅ, കണ്ണിന്ന് കണ്ണുനീരും വരും. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുന, നമ്മളെ റബ്ബിന് ഇഷ്ടമില്ലാത്ത നമ്മൾ പറയില്ല എന്ന് പറഞ്ഞു. എന്ത് പണിയാ പടച്ചോനെ ചെയ്തത്, ഇതിന്റെ കുട്ടീനെ പിടിച്ചെടുത്തല്ലോ, അങ്ങനൊന്നും എന്ത് ചെയ്യില്ല. ഒരാൾക്ക് അള്ളാന്റെ തീരുമാനമാണ്. കുട്ടി പോവാന്ന് പറഞ്ഞതിന്റെ വേദന എല്ലാവർക്കും ഉണ്ടാവും. അതാണ് ആ നബിതങ്ങൾ ശാസ്ത്രങ്ങളോട് അള്ളാഹു പറയാൻ പറഞ്ഞത്. ഇത് നബിതങ്ങൾ ശാസ്ത്രങ്ങൾ പറയില്ല, പിന്നെ ആര് പറയാണ്? ഖുൽ, നബിയെ തങ്ങൾ പറയും, ഇന്നമാന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, സാധാ മനുഷ്യനാണ്. പക്ഷെ സാധാ മനുഷ്യനാണ് പറഞ്ഞിട്ട് നിൽക്കരുത്. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കും. എനിക്ക് വഹി ഇറങ്ങുന്നുണ്ട്. വഹി ഇറങ്ങലോട് കൂടി തന്നെ ആളെന്തായി? ആളെ ഗ്രേഡ് മാറി. പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാല് നമ്മളെ പോലത്തെ പറയുവായി ഒരു മനുഷ്യനാണ്. പക്ഷെ അയാൾ ആ സ്ഥാനത്തെത്തലോടുകൂടി അയാൾ ഗ്രേഡൊക്കെ മാറി. അയാൾക്ക് പിന്നെ ഭയങ്കര സുരക്ഷിതത്വം, അല്ലേ? എത്രയോ വലിയ ലക്ഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കോടികൾ ചെലവാക്കുന്നുണ്ട് അവരെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട്, അല്ലേ? അങ്ങനല്ലേ? MLA അല്ലെങ്കിൽ മന്ത്രി, മുന്നിൽ വണ്ടി, ബാക്കിൽ വണ്ടി, ഗൺമാനൊക്കെ ഉണ്ടാവും. വഹി വരാണ്, അതോടുകൂടി ആള് മാറി. വഹി വലിയ സംഭവമാണ്. എല്ലാവർക്കും വഹി വരൂല, എല്ലാവർക്കും വഹിയില്ല. നിബിധങ്ങൾ സാധനങ്ങൾക്ക് തന്നെ വഹി വരുമ്പോ തങ്ങള് ആകെ എന്താവും? വിഷമിക്കും. നെറ്റൊക്കെ ഇങ്ങനെ വീർക്കും. ഒട്ടകത്തിന്റെ പുറത്താണ്, ഒട്ടകൊക്കെ ഇങ്ങനെ കുനിയും. ശക്തമായ ഭാരം ഉണ്ടാവും. അങ്ങനെ വഹിയിറങ്ങാണ്. വഹിയിറങ്ങുന്ന ആളാണ് യൂഹാ ഇലയ്യ. പിന്നെന്താ വഹിയിറങ്ങിയത്? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളെ ഇലാഹ് ഏകനായ ഒരു ഇലാഹാണ്. നിങ്ങൾക്ക് എത്ര ഇലാഹുള്ളൂ? ഒറ്റ ഇലാഹുള്ളൂ, രണ്ടെണ്ണല്ല. പിന്നെ ഫസ്തഖീമൂ ഇലൈഹി, അവന്റെ മാർഗത്തിൽ നിങ്ങൾ ചൊവ്വ നേരെ നിൽക്കിൻ. വസ്തഗ്ഫിറൂ, അവനോട് നിങ്ങൾ എന്ത് ചെയ്യും? അവനോട് നിങ്ങൾ പൊറുക്കലിനെ തേടി. നേരെ ചൊവ്വ നിൽക്കണം. പിന്നെന്തു ചെയ്യണം? എന്തെങ്കിലും കുറവുകളോ ബലഹീനതകളോ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, നബിയെ തങ്ങൾ പറയുക, ഞാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ. നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതാണ് ഭക്ഷണം കഴിക്കാഞ്ഞാൽ വിശക്കുക, പിന്നെ ഏറുകൊണ്ടാല് അടിച്ചാല് വേദന ഉണ്ടാവും, വഴക്കറിഞ്ഞാല്, ചീത്ത വിളിച്ചാല് അതിൻ്റെതായ പ്രയാസം ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയ കാര്യത്തിലൊക്കെ എന്താണ്? ഞാൻ നിങ്ങളെപ്പോലെയാണ്. പിന്നെ പ്രത്യേകത എന്താണ്? എന്നിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വഹി ഇറങ്ങലോട് കൂടി പിന്നെ ആളെന്തായി? സാധാരണ ആളെപ്പോലാണോ? വഹീന്റെ കാര്യങ്ങളിലും ബാക്കി കാര്യങ്ങളിലൊന്നും ആരെപ്പോലല്ല. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫസ്തഖീമൂ ഇലൈഹി, അവന്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇസ്തിഖാമത്തോടെ നേരെ ചൊവ്വ നിൽക്കും. വസ്തഗ്ഫിറൂഹു, അവനോട് എന്ത് ചെയ്യും? പൊറുക്കലിനെ തേടീൻ. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് എന്താണ്? നാശമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. മുശ്രിക്കീങ്ങൾക്ക് നാശാണ്. അല്ലദീന ലാ യുതൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അല്ലദീന ലാ യുതൂന സകാത്ത്, അവരെന്ത് കൊടുക്കൂല? സകാത്ത് കൊടുക്കൂല. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, ആഖിറത്തിന്റെ കാര്യത്തിൽ അവരെന്താണ്? അവിശ്വാസികളാണ്. മനസ്സിലായില്ല വൈ? സക്കാത്ത് കൊടുക്കാത്തവർ. സക്കാത്ത് കൊടുക്കാത്തവരാണ്. സക്കാത്ത് ഇന്നും അത് ശരിയായിട്ടില്ല ഉമ്മത്തിന്റെ. നിസ്കാരമൊക്കെ ഒരു പരിധിവരൊക്കെ എന്തായിന് ലോലയിലുണ്ട്. സക്കാത്ത് ഇപ്പോഴായിട്ടില്ല. കൊടുക്കുന്നുണ്ട്. അധികം ആൾക്കാർ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. 2 ലക്ഷം കൊടുക്കാനുള്ള ആൾക്കാർ 1 ലക്ഷം കൊടുത്തിട്ട് എന്താണ്, ഞാൻ കൂടുതൽ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ
നിൽക്കുകയാണ്. അതിന്റെ കാരണം എന്താ പറഞ്ഞാൽ കണക്കൂട്ടില്ല. കണക്ക് കൂട്ടുമ്പോഴാണ് ഓരോരുത്തർക്കും എന്തുണ്ടാവുക, എന്താ പറയാ വഴി, ഓരോ സംഖ്യ ഉണ്ടാവും. കണക്കൂട്ടൂല ആൾക്കാർ. ഒരു കമ്മട്ടത്തിന് ഇങ്ങനെ 500 ചില്ലറാക്കി ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും. ഈ മാലിയിൽ കൊടുത്തു, പിന്നെ അപ്പം ഈ മാലിയിൽ ഇങ്ങനെ അയാൾ 500 കൊടുക്കേണ്ട പറഞ്ഞാൽ അടുത്ത മാലിൽ നിന്നൊക്കെ ആൾക്കാർ വരും. അപ്പൊ അയാൾ എടുക്കും, നിങ്ങളെവിടെ ചെലവിക്കും, ഞാൻ കോടങ്ങാട് നിന്നാണ്. ആ മാഷാ അല്ലാ. കൊണ്ടോട്ടി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ മാലുണ്ടോ? കൊണ്ടോട്ടി മാലിൽ കഴിഞ്ഞാൽ പിന്നെ കോടങ്ങാട് നിന്നല്ലേ? നിങ്ങളൊന്ന് പറയാം. കുറുപ്പത്ത് മാലുണ്ടോ? കവൃത്താനൊക്കെ ഉള്ളോ? ഇല്ല. എന്നാ കോടങ്ങാടല്ലേ? ഇങ്ങോട്ടാണ് തുറക്കലു അല്ലേ? തുറക്കലിന് കാര്യം വന്നാൽ പറയാം 2 മാലില് 3 മാലിലൊക്കെ ഞാൻ എന്ത് ചെയ്തേന് സക്കാത്ത് കൊടുത്തു. ആകെ കൊടുക്കല് 100, 200, 500 അങ്ങനെ കൊടുത്ത് അങ്ങനെ വിടാൻ 5 ലക്ഷം, 7 ലക്ഷം, 8 ലക്ഷം ഒക്കെ കൊടുക്കാൻ ആളുണ്ടാവും. അതുകൊണ്ട് പോയി നിങ്ങളോട് എപ്പോഴും പറഞ്ഞാണ്, സക്കാത്ത് കൊടുക്കാത്തവന്റെ ഇസ്ലാം അപൂർണമാണ്. എന്താണ്? ഓൻ ഫുൾ മുസ്ലിം ആയിട്ടായിരിക്കൂല ഖിയാമത്ത് നാളിൽ ഉണ്ടാകുക. കാരണം നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചാണ് ഇസ്ലാം കാര്യം. ഒന്ന് പറയുവായി പിന്നെ അവകൾ അറിയൽ. അവിടെ തന്നെ തെറ്റീന്. എന്താണ്? നമ്മൾ പഠിച്ച അവകൾ അറിയൽ ഫർളാണ്, ചെയ്തോളണമെന്ന്. ആരാണോ പാട്ടുണ്ടാക്കി? അവകൾ അറിയൽ ഫർളാണ്, പിന്നെ ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ. അവിടെ അറിയൽ നമ്മൾ എന്താക്കി വെച്ചിന്? അറിയലല്ല, ഇസ്ലാം കാര്യം അറിയാനുള്ളതല്ല, ഇസ്ലാം കാര്യം ചെയ്യാനുള്ളതാണ്. കർമ്മങ്ങളാണ് ഇസ്ലാം കാര്യം. നിസ്കരിക്കാത്തവൻ മോശക്കാരനാണ് നമുക്കറിയാം. സക്കാത്ത് കൊടുക്കാൻ മോശക്കാരനാണെന്ന് നമ്മൾ ഇപ്പോഴും മനസ്സിലായി. നമുക്ക് സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം. മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയായിരുന്നു, കൃത്യമായി കണക്ക് നോക്കി കറക്റ്റ് സക്കാത്ത് കൊടുക്കണം ബഖീലായ മുഅ്മിനാണ്. ബഖീലായ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ പിഷ്കനായ മുഅ്മിനാണ്. എന്താണ് ഭായി? പിഷ്കനായ മുഅ്മിൻ. അപ്പൊ അദ്ദേഹത്തിനോട് ആരോ ചോദിച്ചു, കൃത്യമായിട്ട് കൊടുക്കണ എങ്ങനെ പിഷ്കനായ മുഅ്മിനാകാണ്? അപ്പൊ അദ്ദേഹം ചോദിച്ചു, വുളൂവിന്റെ ഫർള് എത്രയാണ് ചോദിച്ചു. വുളൂവിന്റെ ഫർള് എത്രയാണ്? അത് നിങ്ങളോട് ചോദിക്കാൻ പറ്റില്ല, ഞാൻ പറയാം. എന്തില്ല ഇനി അയിമ കെട്ടി പറഞ്ഞാൽ വേറെ ഏതും വയ്ക്ക് പോവും, വേണ്ട. വുളൂവിന്റെ ഫർളുകള് മുഖം കഴുകൽ എത്ര പ്രാവശ്യം? ഫർള് 1 പ്രാവശ്യം. എത്ര പ്രാവശ്യമാണ്? 1 പ്രാവശ്യമാണ് ഫർളുള്ളത്. കൈ കഴുകണ്ട, വായിൽ വെള്ളം കുപ്പിളിക്കണ്ട, ഒന്നും എന്തല്ല ഫർളല്ല. കുറച്ച് വെള്ളം പൈപ്പിൽ വരുന്നുള്ളെങ്കിൽ നിസ്കാരമൊക്കെ തുടങ്ങാൻ എന്നിപ്പോ ഞാൻ ഊർന്നത് കൊടുത്തപ്പോ അങ്ങനെയല്ലേ. പള്ളിയിലെ പൈപ്പിൽ എന്തില്ല, ഞാൻ ഒരു പള്ളിയിൽ കോട്ടങ്കിൽ യാത്രയിൽ പള്ളിയിൽ കയറിയതാണ്. അപ്പൊ പള്ളി പൈപ്പ് കുറച്ച് വെള്ളം വരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഫുള്ളെടുത്തു. എനിക്ക് എന്റെ ആ സൈഡിൽ കുറച്ച് വെള്ളം ഇങ്ങനെ പൈപ്പ് കൂട്ടാന്നുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ ഒന്നുകൊണ്ട് അതിന് ഒപ്പിച്ചു പോയി. ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം ഫർള് മാത്രം എടുത്താൽ മതി ഇൽമുണ്ടെങ്കിൽ. ഇനി പറഞ്ഞാൽ നിങ്ങൾ എടുത്തോളും, അതാണ് പ്രശ്നം. ഒറ്റ പ്രാവശ്യം മുഖം കഴിയാൻ മതി. വായ വെള്ളം കുപ്പിളിക്കണ്ട, കൈ കണ്ട. പിന്നെ 1 പ്രാവശ്യം കൈ കഴുകുക, 1 പ്രാവശ്യം ഈ കൈ കഴുകുക, തല കുറച്ച് തടവുക, കാലും കഴുകി പോയാൽ എന്താവും? പക്ഷെ അങ്ങനെ ഒരാൾ ഈ ഔദിൽ ചെയ്താൽ നമ്മളവനോട് പറയും, എന്ത് ഉദുവാണോട് നിൽക്കും ചോദിക്കൂലേ? എന്ത് ഉദുവാണ്? എവിടുന്നാണ് ഉദു എടുക്കാൻ പഠിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ ആളുടെ മോന്റെ നെഞ്ഞത്ത് കയറും. എന്തെടുത്ത്? ആ പറഞ്ഞെടുത്തിന്. അപ്പൊ നമ്മളൊരു ഉദു ആയിട്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ സക്കാത്ത് അത് തന്നെയാണ് മൗലാന പറയുന്നത്. സക്കാത്ത് കുറച്ച് സുന്നത്തായി കുറച്ച് കൂടുതൽ കൊടുത്താലേ എന്താവുള്ളൂ? ബഖീൽ ഇത്തരത്തുനിന്ന് എന്താവുള്ളൂ? നമ്മളെ കഥ അറിയാഞ്ഞിട്ടാണ്. ഏത്? നമ്മൾ കണക്ക് നോക്കി കറക്റ്റും കൂടി കൊടുക്കില്ല. കണക്കുകൾ കൂട്ടി വെക്കണ്ടി. ഇന്നത്തെ ദിവസം വരെ കണക്ക് കൂട്ടിയിട്ട് കുറഞ്ഞ ആൾക്കാരാരുമില്ല, ഒക്കെ കൂടിയതാണ്. കൊടുക്കാൻ കൂടുതലുണ്ടാവും. നമ്മൾ കണക്ക് മതിയെ കൂട്ടൂല. ഞാൻ ഇപ്പോൾ 4 ആൾ കണക്കൂട്ടി ഇങ്ങനെ നിന്നു, ഒരു കള്ളാസിന്റെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, അതിന്റെ കൂട്ടിയോ? അതിന്റെ വീടിന്റെ അഡ്വാൻസിന്റെ കൂട്ടിയോ? അത് കൂട്ടിയില്ലാതെ. ഏതിന്റെ വഴി? വീടൊക്കെ നമ്മൾ 10 ലക്ഷം അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിനെല്ലാ കൊല്ലം സക്കാത്ത് കൊടുക്കണം. കാരണം ആ പൈസ എന്താണ്? ഇങ്ങോട്ട് കിട്ടാനുള്ളതല്ലേ. ഞാൻ എന്റെ അഡ്വാൻസ് കൊടുത്തില്ല, വീടൊക്കെ ഇല്ല, കൊടുത്തില്ല, അതില്ല. അങ്ങനെ ഞാൻ ഒരു 5-6 ചോദിച്ചു, 5-6 ഇല്ല. അപ്പൊ എന്താന്ന് പറഞ്ഞാല് അങ്ങനെ ഓനെ പറയില്ല, ഓനറിയില്ലേ. അവർ ചോദിച്ച് കണക്കൂട്ടി അതിനെ മനസ്സിലാക്കി ചെയ്യുമ്പം അത്യാവശ്യം കൊടുക്കാനുണ്ടാവും.
കൊടുക്കാനുണ്ടായ കൊടുക്കാൻ എന്ത് ചെയ്യരുത് മടി കാണിക്കരുത്. നിസ്കാരം നിർബന്ധമായതുപോലെ സക്കാത്ത് നിർബന്ധമാണ്. നിസ്കാരം സക്കാത്ത് ഖുർആൻ ഏകദേശം 70ഓളം സ്ഥലത്ത് അടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, ചേർത്തിട്ട് വിട്ടുപിരിക്കാതെ 70ഓളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാത്ത്, ആരെങ്കിലും നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെ ഇടയിൽ വേർപിടിക്കുകയാണെങ്കിൽ ഓനോട് ഞാൻ യുദ്ധം ചെയ്യും. സക്കാത്ത് മക്കയിൽ നിന്ന് നബി തങ്ങൾ വഫാത്തായപ്പോൾ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞത് നിസ്കാരങ്ങൾ തലർത്തിയോളാം, സക്കാത്ത് കൊടുക്കൂല, ഇനി കൊടുക്കൂല. അവരോടാണ് യുദ്ധം ചെയ്തത്, അവരോട് യുദ്ധം ചെയ്തു. ഒട്ടകം കൊടുക്കും, അതിന്റെ കൂട്ടത്തിൽ അതിന്റെ കടിഞ്ഞാണും കൂടി കൊടുത്തില്ലെങ്കിൽ എനിക്കത് തന്നിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും. സക്കാത്ത് അത്ര പ്രധാനപ്പെട്ടതാണ്. ഒട്ടുമിക്ക ആൾക്കാരുടെയും സക്കാത്ത് കറക്റ്റല്ല. നിങ്ങൾക്ക് കറക്റ്റ് അറിയാം. എന്തുകൊണ്ട് പറഞ്ഞാൽ അധിക ആൾക്കാരെ അതിന് കൃത്യമായി കണക്കൂട്ടാൻ അറിയാത്തവരാണ്. ഒരു കമ്മട്ടത്തിലൊക്കെ ഇങ്ങനെ ചെയ്യും. ചിലവരോട് പൈസ കിട്ടാണ്ട് അവിടെ കൊടുക്കാനുണ്ട്, കൊടുക്കാനുള്ളതെന്ന് കിട്ടാനുള്ളതെന്ന് കുറച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊന്നും കുറക്കാനൊന്നും പറ്റില്ല. വൈ അതിനൊക്കെ അതിന് ഹിസാബും കണക്കും കിതാബും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഓഡിറ്റിങ്ങിന് നിങ്ങൾ തന്നെ ഓഡിറ്റ് ചെയ്യല് നിങ്ങളത് ആണ്. വൈ കച്ചവടക്കാർ വരല് ഓല പൈസ ഓലനോട് ഓഡിറ്ററെ വെക്കില്ലേ, ഓഡിറ്റിങ്ങിന് ആളെ വെക്കില്ലേ. തൽക്കാലം വീടിലൊരു ഓഡിറ്റർ ഉണ്ടാവും, പിന്നെ സിഎക്കാരൻ വേറെ ഉണ്ടാവും. എന്നിട്ട് തന്നെ മറ്റവർക്ക് വരിയാല് പാറി വൈ. അതുകൊണ്ട് അത് വേണം, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം. സക്കാത്ത് കൊടുക്കാത്ത വലിയ കുറ്റാണ് വൈ. ഇസ്ലാം കാര്യം പാറി വൈ. ഇസ്ലാം കാര്യം 5 അവകൾ ചെയ്യൽ ഫർളാണ് അല്ലേ? അങ്ങനെ ആക്കാം തൽക്കാലത്തേക്ക്. ഇനി ബാക്കി നിങ്ങൾ വതിനൊപ്പിച്ചോളി. പിന്നെ അതിലൊന്നെന്താണ്? ഷഹാദത്ത് കലിമ, നിസ്കാരം, സക്കാത്താണ്. സക്കാത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു റെഡി ആയത്. ഇവിടെ വേറെ കുറെ ആൾക്കാരുണ്ട്, കള്ളപ്രവാചകരുണ്ട്, ഒരൊക്കെ ഉണ്ട്. അപ്പോഴും വിടില്ല. ആരെ? സക്കാത്ത് കൊടുക്കാത്തവരെ. അതുകൊണ്ട് സക്കാത്ത് ഒരാൾ കൊടുത്തില്ലെങ്കിൽ അവന്റെ സമ്പത്ത് നശിക്കും. മാ തലിഫ മാലുൻ ഫീ ബർരിൻ വലാ ബഹ്റിൻ ഇല്ലാ ബിഹബ്സി സക്കാത്ത്. കടലിലോ കരയിലോ ഒരാളെ സമ്പത്ത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് സക്കാത്ത് തടഞ്ഞിട്ടല്ലാതെ എന്ത് ചെയ്യില്ല? നശിച്ചു പോയില്ല. കച്ചവടത്തിന് പൈസ കൊടുത്തിട്ട് പോവുണ്ടെങ്കിൽ ഉറപ്പാണ് ഓൻ സക്കാത്ത് എന്ത് ചെയ്യില്ല. ഇതൊക്കെ പറയാൻ പേടിയായില്ലേ? ചിലരുണ്ടെങ്കിലല്ലോ 30 ലക്ഷം കാർഡ് കൊടുത്ത് പിന്നെ അവൻ മുങ്ങിപ്പോയി എന്നൊക്കെ പറയില്ലല്ലോ. സക്കാത്ത് കറക്റ്റ് ടാക്സ് അടച്ച സക്കാത്ത് കൊടുത്ത പൈസ എവിടെയും പോവില്ലേ, അത് തിരിച്ചു വരുന്നേ. നബിതങ്ങൾ ശാസനങ്ങൾ പറഞ്ഞാണ് മാ തരിഫ മാലും ഫീ ബർരിൻ വലാ ബഹ്റിൻ ഇല്ലാ ബിഹബ്സി സക്കാത്ത്. സക്കാത്ത് തടഞ്ഞാലല്ലാതെ കരയിലും കടലിലും ആരും സമ്പത്ത് എന്തായില്ല, നശിച്ചു പോയില്ല. അപ്പൊ സമ്പത്ത് നശിച്ചു ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അയാൾ തീരെ സക്കാത്ത് കൊടുക്കാത്ത ആളെന്നാണ് അർത്ഥം. അല്ല 18 ലക്ഷം കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ കൊടുക്കേണ്ടത് എത്ര? 20 ലക്ഷമായിരിക്കും. 18 ലക്ഷത്തിന് കൊടുത്തിട്ടുണ്ടാവും, ഒരാ ഫുള്ള് കൊടുക്കണം. മനസ്സിലായില്ലേ? 4 റക്അത്തിൽ 3 റക്അത്തിൽ സലാം വീട്ടി പോയാലും മതിയാവോ? ഫുള്ള് കൊടുക്കണ്ടേ? അതുകൊണ്ട് സക്കാത്ത് കണക്ക് തീർത്ത് കൊടുക്കണം. എന്തൊക്കെ ഇനത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? പറമ്പച്ചടക്കാർ പറമ്പിനൊക്കെ എന്ത് ചെയ്യണം വൈ? ഉസ്താമാരോട് പോയി ചോദിക്കും ഭൂമിക്ക് സക്കാത്ത് ഉണ്ടോന്ന്. നിഷ്കളങ്കരായ ഉസ്താമാർ പറയും ഭൂമിക്ക് എന്തില്ല. അയാൾ രക്ഷപ്പെട്ടു. ഏത് ഭൂമിയാണ് ഈ സക്കാത്ത് ഇല്ലാർന്ന ഭൂമി? ഏതാ പറയും? നമ്മളെ വാപ്പന്റെ ഓരിയായിട്ട് 5 ഏക്കർ കിട്ടീന്, ഉമ്മന്റെ ഒക്കെ ഏക്കറായിട്ട് 2 ഏക്കർ കിട്ടീന്. നമ്മൾ മുമ്പ് നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വാങ്ങിയിന്, നമ്മളെ പേരക്കണ സ്ഥലം. അതിനൊന്നും എന്ത് കൊടുക്കണ്ട. പക്ഷെ വിൽക്കാൻ വേണ്ടി വെച്ച ഭൂമി, വിൽക്കാൻ വേണ്ടി വാങ്ങിയ ഭൂമി 5 കോടി റുപ്യക്ക് ഭൂമി വാങ്ങിന്. ഒരു കൊല്ലട് കഴിയുമ്പത്തിന് എന്ത് കൊടുക്കണം? 5 കോടിന്റെ 2.5% കൊടുക്കണം. എത്ര ഉണ്ടാവും? 12.5 ലക്ഷം റുപ്യ ഉണ്ടാവും. 5 കോടി ഉണ്ടാവുമ്പോഴാണ് പോയി 12.5 ലക്ഷം കൊടുക്കാൻ പറഞ്ഞത്. 10 കോടിന്റെ 25 ലക്ഷം റുപ്യ കൊടുക്കണം. ഇപ്പോഴത്തെ വലിയ സംഭവം. 10 കോടിയുള്ള ആൾക്ക് മനസ്സിലായില്ലേ? ആ 25 ലക്ഷം കൊടുക്കാനുള്ള ആളാണ് എന്ത് ചെയ്യുന്നത്? ഒരു 2 ലക്ഷമൊക്കെ കൊടുത്തിട്ട് എന്താണ് മാഷാ അല്ലാഹ് 3 പഞ്ചായത്തിൽ എന്ത് ചെയ്തിന്?
സക്കാത്ത് കൊടുത്തിരുന്നു പറഞ്ഞ ഇങ്ങനെ 25 ലക്ഷം ഈ ചങ്ങായി കൊടുക്കാണ്ട്. ഇനി നമ്മൾ വിചാരിക്കും നമ്മളതിലൊന്നും അത്രയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ. നമ്മളതൊക്കെ ഇരുന്നാൽ കണക്കൂട്ടിയാൽ വിൽക്കാനുള്ള ഭൂമി ഉണ്ടാവും, വിൽക്കാനുള്ള വണ്ടി ഉണ്ടാവും, പിന്നെ അഡ്വാൻസ് കൊടുത്തതുണ്ടാവും, അങ്ങനെ തുടങ്ങി കുറെ പൈസ അടിമയൊക്കെ ഉണ്ടാവും. സ്വർണം വാങ്ങി വെച്ചുണ്ടാവും, കോയണാക്കി വെച്ചത്, വെള്ളിയാക്കി വെച്ചത്. വെള്ളിയൊക്കെ വാങ്ങിയപ്പോ പൂർത്തം വിട്ട് കഴിക്കും. എന്നാലും എന്ത് ചെയ്യണം? പോയി വെള്ളി ഭയങ്കര കൂടുതലൂടെ ഇപ്പൊ കട്ടാക്കി വെച്ച അബോളുണ്ട്. നന്നായിട്ട് പൂർത്തം വിട്ട് താഴ്ത്തിക്കോട് പോകുന്ന ഇപ്പൊ അവിടെ എന്താ ഇനി നഷ്ടം എന്തെങ്കിലും. പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം? അതിന് സക്കാത്ത് കൊടുക്കണം. ലാഭം കിട്ടിയാൽ മാത്രമല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ സക്കാത്തിന്റെ കാര്യം പഠിക്കണം. സമ്പത്ത് ഏറ്റവും സൂക്ഷിക്കാൻ പറ്റുന്ന മാർഗം സക്കാത്ത് കൃത്യാക്കുക എന്നുള്ളതാണ്. അതിന്റെ ബാക്കിൽ കൂടി സക്കാത്ത് കൃത്യാക്കുക. കുറെ ആൾക്ക് അറിയില്ല. ഒരാൾ എന്തൊക്കെയോ കൊടുക്കലാണ്, അതിന് കൊടുക്കണമെന്നറിയില്ല, അതിന് കൊടുക്കണമെന്നറിയില്ല. അതുകൊണ്ട് സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം. അല്ലാഹു തആല പറയാണ് എന്ത്? അല്ലദീന ലാ യുതൂന സക്കാത്ത് വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ആഖിറത്തിൽ എന്തില്ല? അവർക്ക് വിശ്വാസമില്ല. സക്കാത്തും കൊടുക്കൂല. പിന്നെ ആഖിറത്തിൽ ശരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ സക്കാത്ത് കൃത്യമായിട്ട് സക്കാത്ത് ധൈര്യത്തിൽ കൊടുത്തോളി. കാരണം സക്കാത്ത് കൊടുക്കുന്ന സമ്പത്ത് എന്താവൂല? നശിക്കൂല. സമ്പത്തിൽ കുറവും വരൂല. ഉറപ്പായിട്ട് അല്ലാഹ് ഇതിന് എന്ത് തരും? പറയുവായി അതിനല്ലാഹു പകരം തരും. അതിനല്ലാഹു പകരം തന്നുകൊണ്ടേയിരിക്കും. ഞാൻ അള്ളാഹുവിന് പകരം തരും. നമ്മൾ വിചാരിച്ച ഇതൊന്നുമല്ല. സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു അതിന് പകരം തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സക്കാത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അതുകൊണ്ട് സക്കാത്ത് എപ്പോഴാണ് കൊടുക്കല്? റമദാൻ മാസത്തിലല്ലേ? പിന്നെ എപ്പോഴാ? മാർച്ചിൽ. അധികം ആൾക്കാർ മാർച്ചിന്റെ ആൾക്കാരാണ്. കാരണം ഈ അധികം ആൾക്കാർക്ക് മാർച്ചിൽ എന്ത് ചെയ്യണം? ഒരു ഓഡിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അങ്ങനെ കൊടുത്തിങ്ങനെ ബൈ മാർച്ചല്ല, എന്നാണോ കച്ചവടം തുടങ്ങിയത്, എന്നാണ് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ നിസാബ് പൂർത്തിയായത്, അന്ന് മാസമല്ല ഒരു ദിവസം ഉണ്ടാവും. എന്തുണ്ടാവും? പറയുവായി ഞാൻ റബീഉൽ അവ്വലിനാണ്, അല്ല ഞാൻ റമദാനിനാണെന്നല്ല, ഒരു ഫിക്സ്ഡ് ദിവസം ഉണ്ടാവും. ഇല്ലെങ്കിലും കുടുങ്ങും. മനസ്സിലായില്ല? ആ ഫിക്സ്ഡ് ദിവസം. ഉദാഹരണത്തിന് റബീഉൽ അവ്വൽ 7-നാണ് ഞാൻ കച്ചവടം തുടങ്ങിയെങ്കിൽ റബീഉൽ അവ്വൽ 7 ആവുമ്പത്തിനും എന്റെ സക്കാത്ത് എന്തായി? കൊടുക്കേണ്ട ആളായി. അപ്പൊ റബീഉൽ അവ്വൽ 5-ന് അന്ന് എന്റെ അടുത്തൊരു 10 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ അത് പിന്നെ 10-ന്റെ അന്നാണ് വേറെ ആർക്കും കൊടുക്കണമെങ്കിൽ ആ 10 ലക്ഷത്തിനും എന്ത് ചെയ്യണം? 2 ദിവസം എന്റെ കൈമേലുള്ളൂ. എന്നാലും അതിനെന്ത് കൊടുക്കണം? പറയുവായി ഈ കണക്കൊന്നും നിങ്ങൾക്ക് അറിയില്ലാവില്ല. നിങ്ങൾ അന്തങ്ങനെ വിടും. നിങ്ങൾ ഒരു വർഷം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. അതാണ് ഒരു ദിവസം കൃത്യമായിരുന്നു. നേരെ മറിച്ച് റബീഉൽ അവ്വൽ 7 കഴിഞ്ഞ് 8-ന്റെ അന്ന് ഒരു 10 ലക്ഷം വന്നാലോ ഓമിന് അടുത്ത കൊല്ലം കൊടുത്താൽ മതി. അതുകൊണ്ട് നിങ്ങൾ സക്കാത്തിന്റെ കണക്കൊന്ന് പഠിച്ചേക്കിന് ഏതൊരു ആലിമിന്റെ അടുത്ത് പോയിട്ട് വൃത്തിയായിട്ട് ഞാൻ എന്താ എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത്, ഇതിലിപ്പോ ഞാൻ എന്തൊക്കെ കൊടുക്കാണ്, കൊടുത്തോളി, സമാധാനത്തിൽ കൊടുത്തോളി. അല്ലങ്ങനെ തിന്നുകൊണ്ടിരിക്കും. സക്കാത്ത് കൊടുത്ത ഒരാളും നമുക്ക് എനിക്കറിഞ്ഞ കുറേ എന്റെ ചങ്ങായിമാരുണ്ട് കച്ചവടക്കാരായ ആൾക്കാർ. ഈ വർഷം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയും. എന്നാലും അവർക്ക് എന്തെങ്കിലും ഒരു പറയും സക്കാത്ത് ഭയങ്കര സംഭവമാണ് അറിയും. സക്കാത്ത് കൊടുത്താൽ അല്ലാഹു തആല അതിനുള്ള വഴി തുറന്നു തരും. കാരണം അവനക്ക് ഇഷ്ടമുള്ള മാല അവൻ അള്ളാഹ്ക്ക് വേണ്ടി ചെലവാക്കാൻ. അതുകൊണ്ട് അള്ളാഹു പറയണവർ അല്ലദീന ലാ യുതൂന സക്കാത്ത്, ഒരു സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാരാണ്. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അവർ ആഖിറത്തിൽ എന്താണ്? അവർ ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് സക്കാത്ത് പഠിക്കലോ ആയി. ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല കേട്ടോ. ഈ റമദാൻ മാസത്തിൽ തിരക്ക് പിടിച്ചിട്ടും കാര്യമില്ല. എപ്പോഴാണ് കച്ചവടം ചെയ്തത്? ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാസം അറിയെങ്കിൽ അതിന്റെ അറബി എടുക്കൽ എന്താണ്? എളുപ്പമാണ്. ഏത് മാസമാണെന്നുള്ളത് കിട്ടും. അതിനനുസരിച്ച് ഇങ്ങനെ കണക്കാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം. കൊടുക്കുന്നതിൽ ഹരണ്ടാണോ? കൊടുത്ത് അവസാനം എന്താ ചെയ്യണം? സക്കാത്ത് കൊടുക്കാനില്ല, പിന്നെ മുതലിന് കൊടുത്തിട്ട് എന്ത് ചെയ്യും? ആ കൊടുക്കണ ഹരം കയറി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എന്ത്? പിന്നെ ഒരു ആവശ്യക്കാരൻ വരുമ്പോൾ എന്നാ കൂടെ എടുത്തു കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു തആല വേറെ ഏതെങ്കിലും വഴിയിലൂടെ പിടിച്ചു വെക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ കുറഞ്ഞു കൊടുക്കുക. എങ്ങനെ കുറയാന്നൊന്നും ഇപ്പൊ നമുക്ക് അറിയില്ല. എങ്ങനെ കുറയാന്നും അറിയില്ല. നമ്മളെ ഹിസാബും കിതാബൊക്കെ വേറെയാണ്.
നമ്മൾ പറയില്ല എന്താ പറഞ്ഞാൽ കൊടുത്താൽ കുറയും, കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? പലിശ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ് നമ്മളെ ഫിലോസഫി, നമ്മളെ എക്കണോമി അതാണ്. എന്ത് പലിശക്കൊക്കെ കൊടുത്താൽ എന്തുണ്ടാവും? സമ്പത്തിൽ വർദ്ധിക്കും. പിന്നെ കൊടുത്താൽ സമ്പത്ത് എന്താവും? അല്ലാഹു തആല പറഞ്ഞ എന്താണ്? സദഖ സമ്പത്തിനെ വർദ്ധിപ്പിക്കും, പിന്നെ പലിശ സമ്പത്തിനെ നശിപ്പിക്കുന്നത്. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. പലിശ സമ്പത്തിനെ നശിപ്പിക്കും, സദഖ സമ്പത്തിനെ. ഖുർആനാണ് ഇത്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ തെറ്റുണ്ടാവോ? നമ്മളെ ബുദ്ധിക്ക് എന്താണ്ടായാൽ 100 രൂപയ്ക്ക് ഒരാൾ 10 രൂപ എടുത്ത് കൊടുത്താൽ അയാൾക്ക് 90 കുറഞ്ഞു. 100 ഒരാൾക്ക് വട്ടി കൊടുത്ത് 110 അങ്ങാണെങ്കിൽ എത്രയായി? കൂടി. പക്ഷെ അള്ളാഹു തആല പറഞ്ഞത് കുറയുന്നാ പറഞ്ഞത്. ഉലമാക്കൾ പറഞ്ഞെന്താന്ന് പറഞ്ഞാല് ചില ആൾക്കാരുണ്ടാവും ഭയങ്കര വണ്ണൊക്കെ വെക്കും, തടിയൊക്കെ നീരൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും, നല്ല സെറ്റപ്പ് ബോഡിയിലൊക്കെ ഉണ്ടാവും. പക്ഷെ നടക്കാനും കൂടി കഴിയില്ല. എന്താ കാരണം? ഫുള്ള് നീരാണ്. ചിലതുണ്ടാവും ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, അയാൾ എന്തിനും പറ്റും. മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്താ പറയുക? ആ പലിശ വരുന്ന നീരാണ്. ഏത് 100ന്റെ 10 രൂപ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതെന്താണ്? നീരാണ്. അത് തടിമക്ക് കയറുന്നതിനനുസരിച്ച് തടി എന്ത് ചെയ്യും? കസേരമെന്ന് നീച്ചാൽ കൂടി കഴിയില്ല, വണ്ണം കൂടും, വണ്ണം കൂടും. കാണുന്ന ആൾക്കാരാണ് നല്ല ചൊറുക്കുണ്ട്, തൊലിയൊക്കെ ചുളിയാതെ നല്ല വണ്ണുള്ള കാലും നല്ല തടിച്ച മുഖവും നല്ല ചൊറുക്ക ചെയ്യുന്നൊക്കെ പറയും. പക്ഷെ ആളിയന് നടക്കാൻ കഴിയില്ല. അതാണ് പലിശ. നേരെ വെച്ച് മറ്റവന്റെ മേത്ത് ചോരയും നെല്ലിങ്ങനെ ഒരു ഇതിലൊക്കെ ഉണ്ടാവും. പക്ഷെ സംഗതി ആള് ഏത് മറ്റമുക്കും വാങ്ങി കയറും, ആൾ ഉസാറായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ 90 രൂപയാണ് എന്ത് പറയുവായി? നിങ്ങൾ പറയില്ല, തൽക്കാലത്തിനും കൂടി പറയില്ലല്ലോ. നിങ്ങൾ കൊടുക്കേണ്ട 10 രൂപ ഞാൻ കൊടുത്തോളാം, നിങ്ങൾ കണക്ക് പറഞ്ഞോളി. ആ 90 രൂപയാണ് എന്ത് നല്ലത്? 90 രൂപ സമ്പത്തിനെ അത് വർദ്ധിപ്പിക്കും. അതിൽ അള്ളാഹു സമാധാനം ഉണ്ടാവും. ചിലപ്പോൾ ആശുപത്രി കൊടുക്കേണ്ട കാര്യമൊക്കെ അള്ളാഹു തആല കട്ട് ചെയ്ത് ഇപ്പൊ പൈസ സദഖ കൊടുത്ത ആളാണ്. അതുകൊണ്ട് ആ രോഗമൊക്കെ വലിച്ച് ഓരോ കുട്ടിക്കൊരു നല്ല പനി ചർച്ചയൊക്കെ കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായി. സദഖ കൊടുത്തുകൊണ്ട് എന്താക്കി? സദഖ സമ്പത്തിൽ രോഗത്തെ പിൻവലിപ്പിക്കും, മുസീബത്തിനെ ഇല്ലായ്മ ചെയ്യും. മനസ്സിലായില്ലേ? ഹസ്സിനു അംവാലക്കും ബിസ്സക്ക. സക്കാത്ത് കൊടുത്ത് നിങ്ങളെ സമ്പത്തിനെ നിങ്ങൾ എന്ത് ചെയ്യും? കോട്ട കെട്ടി സുരക്ഷിതമാക്കി. ഹസ്സിനു അംവാലക്കും ബിസ്സക്ക വദാവു മറലാക്കും ബിസ്സദഖ. നിങ്ങൾ രോഗികളെ നിങ്ങൾ സദഖ കൊടുത്തിട്ട് എന്താക്കി? ചികിത്സിക്കും. ശരിക്കും ഒറിജിനൽ ട്രീറ്റ്മെന്റ് എന്താണ്? സദഖയാണ്. പിന്നെ ഡോക്ടറെ കാണിക്കാൻ മരുന്ന് അങ്ങനെയൊക്കെ കറക്റ്റാണ്. സദഖ കൊടുക്കണം. ആദ്യം എന്ത് കൊടുക്കണം? വൈ സദഖ കൊടുക്കണം. എന്തെങ്കിലും സദഖ കൊടുക്കണം. MRI സ്കാനിന് ഇപ്പൊ എന്താ റേറ്റ്? വൈ 3500 രൂപ 4000 രൂപ ആണോ? ഡോക്ടർ ഇതൊക്കെ കഴിച്ചാലും 3500 ഡോക്ടർ 3500 രൂപ കൊടുക്കണം, 4000 രൂപ കൊടുക്കണം. പക്ഷെ ഒരാളെ ഒരു 500 രൂപ സദഖ ചെയ്തിട്ട് പോയാൽ ചിലപ്പോൾ ഡോക്ടർ അറിയും തൽക്കാലം ഈ ഒരു മരുന്ന് നമുക്ക് കുടിച്ചു നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? MRI എടുക്കാന്നറിയാം. ഒറ്റ ഇമൽ തന്നെ എന്തായിട്ടുണ്ടാവും? അത് മാറിപ്പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഡോക്ടർ ഇങ്ങനെ കാത്തിട്ടുണ്ടാവും. ഒരു ചില്ലറ കായിട്ട് കൊടുക്കാത്ത അബു അത് അള്ളാഹു തആല ഏത് എനിക്ക് 2 MRI ഒക്കെ. മനസ്സിലായില്ലേ? നമ്മള് ഉള്ളിൽ കറക്റ്റ് സക്കാത്ത് എടുക്കുക. അതുകൊണ്ട് എന്താ സംഭാവന എല്ലാവർക്കും കൊടുക്കാൻ പോകുന്നില്ല. കുട്ടിക്ക് പനിച്ചു കൊടുക്കണം എന്നുണ്ടാവും, രാത്രി കഴിക്കും ഭയങ്കര പനി ഉണ്ടായി, ആർക്കും കൊടുക്കാനപ്പോ? പിന്നെ രാവിലെ ആകുമ്പോഴത്തേന് പനിയൊക്കെ മാറി, പാരസെറ്റമോളൊക്കെ കൊടുത്തപ്പോ അല്ലെ പനിയിലൊക്കെ കൊടുത്തപ്പോ പനിയൊക്കെ മാറിയില്ലെങ്കിൽ പിന്നെ ആ കായിന്റെ കാര്യം പറയുവായി, പിന്നെ അത് ഉണ്ടാവൂല. അങ്ങനെ കുറെ കൊടുക്കാനും ഉണ്ടാവും. മറണ്ടിന്ന് കടം പറയാ ആരോട്? അതുകൊണ്ട് എന്നിട്ട് കൊടുക്കാക്കുക. പടപ്പോളോടെ ഏതായാലും പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല, കൊടുക്കില്ല. അതുകൊണ്ട് വൈ വീട്ടിലൊരു പാത്രം വെക്കണം. വീട്ടിലെന്ത് വെക്കണം? പറയുവായി ഒരു പാത്രം, അങ്ങനെ മൂടിയൊക്കെ തുറക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തുറക്കാൻ പറ്റുന്ന ഒരു പാത്രം, ഒരു ഡബ്ബ. എന്നിട്ട് എന്ത് ചെയ്യാറുന്നാല് എപ്പോഴാവശ്യം സക്കാത്ത് സദഖ ചെയ്യണമെന്ന് തോന്നിയോ ആ വേഗം 100 രൂപ 50 രൂപ 20 രൂപ 500 രൂപ ഒക്കെ ഇൽക്കിടുക. ആ പാത്രത്തിൽ അത് ഇട്ടാൽ അത് പിന്നെ ആർക്കുള്ളതായി? അത് സദഖ അള്ളാഹുവിനുള്ളതായി, അള്ളാഹിന്റെ അടിമകൾക്കുള്ളതായി. മനസ്സിലായോ? പിന്നെ കൊടുക്കാനുള്ള ആവശ്യക്കാരൊക്കെ വരും. ചിലപ്പോൾ വീട്ടിൽ തന്നെ ആരെങ്കിലും വരും. അപ്പം പെണ്ണുങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? വേറല്ലാതെ കൊടുക്കുക. കാരണം ഏതായാലും കൊടുക്കാനുള്ളതാണ്. 200 രൂപ കൊടുക്കും പെണ്ണുങ്ങൾ. അപ്പൊ ആ പെണ്ണെന്നെ അന്തം വിട്ടുണ്ടാവും. ഏത്
മാഷാ അല്ലാഹ് ഈ പെണ്ണ് 200 രൂപ, ഞാൻ 20 രൂപ വിചാരിച്ചു. സംഗതി വലിയ ഔദാര്യവാദി അയച്ചൊന്നല്ല. പിന്നെന്താണ്, ഇവിടെ ഈ ഡബ്ബയിലുണ്ടല്ലോ, ഏതായാലും ഇപ്പൊ സ്വന്തം എടുക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും കൊടുക്കും. വേറെ ആർക്കെങ്കിലും ആവശ്യം വന്നു ഒരു കൊടുക്കും. ഒരു രോഗിന്റെ ഇതിന്റെ കുട്ടികൾ ചിലപ്പോൾ സ്കൂളിനൊക്കെ പിരിവരും, ഏത് ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ കിഡ്നി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികളോടൊക്കെ വിരിപ്പിക്കണ ഇതൊക്കെ ഉണ്ടല്ലോ, കൂട്ടുകാരികൾക്ക് ഓരോ സ്കൂളുകളിൽ ഓൽക്കൊക്കെ 500 രൂപ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പറയുവായി കൊടുക്കാൻ പറ്റും, ഇതെടുത്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനത്തെ ഡബ്ബ വെക്കണം. നമ്മളും ഇതേമാതിരി ഈ കുപ്പായത്തിന് എടുത്തിട്ട് ആ കുപ്പായത്തിലേക്കൊക്കെ മാറ്റുമ്പോൾ ഈ 20 നോട്ടിന്റെ തല അങ്ങനെ തെറിച്ചിട്ടുണ്ടാവും. അടുക്കിൽ മര്യാദയ്ക്ക് കത്ത ഏത് പുകഞ്ഞ കൊള്ളി ഇതിൽക്ക് നിറണം, ഏൽക്ക് സദക്കന്റെ പാത്രത്തേക്ക് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഈസ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഇതൊക്കെ സദക്കന്റെ പാത്രത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നും കുപ്പായൊക്കെ മാറുമ്പോൾ 20, 10, 100 അതിൽ കിട്ടുക. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. അതാണ്. മറ്റേ പെട്ടികളൊക്കെ ഉണ്ടാവും അവിടെ, എത്തീം ഖാനന്റെ, പിന്നെ ആ ഖാനന്റെ ഈ ഖാനന്റെ ഒക്കെ. എത്തീം ഖാനായിരിക്കും മിക്കവാറും ഉണ്ടായാല്. എന്ത് എത്തീം ഖാന പറഞ്ഞാല് എന്താണ്? തിന്ന മനസ്സിലായില്ലേ? അധികം അങ്ങനൊക്കെ തന്നെ ഉണ്ടായാല്. എത്തീം ഖാന, എത്തീം ഖാനല്ല, പിന്നെന്താണ്? എത്തീം ഖാനയാണ്. എന്താണ്? എത്തീം ഖാനയാണ്. അത് നമ്മളെന്താക്കി അതിന്റെ ഒറിജിനൽ അർത്ഥത്തിലേക്ക് വെച്ചു. എന്ത്? എത്തീം ഖാനാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആകെ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതിലൊന്നും ദൂല. ഈയൊരു പെട്ടി എന്തായാലും വെക്കണം. ആരെങ്കിലും വീട്ടിലെ പെട്ടിന്റെ വൈ ഉള്ളവരൊന്ന് കൈന്തിച്ചാണ് വൈ ഒന്ന് കാണട്ടെ. ഏത് എത്തീങ്കാന്റെ പെട്ടിയല്ലേ ചോദിച്ചാന്? നമ്മളാ പെട്ടി അതാരോടല്ലേ? മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. കണ്ടോ ഇത്ര ആളില്ല. ബാക്കിയുള്ളവർക്ക് എന്താ പരിപാടി? ഡബ്ബട്ടാഞ്ഞിട്ടാ വൈ ഇന്ന് തന്നെ പോയിട്ട് അതിൽ തെറ്റീമുണ്ടാക്കണം. ഉണ്ടാക്കുവോ? ആരൊക്കെ ഉണ്ടാക്കുമെന്ന് കയ്യെന്തിച്ചാ നിങ്ങള്? അത് കൊടുക്കാൻ വേണ്ടി തന്നെ വൈ മുട്ടൊക്കെ നിർത്തി പൊന്തിച്ചോളി. ചില്ലറ കിട്ടാലും മതി, 10 രൂപക്കായാലും മതി. ആ മാഷാ അല്ലാഹ്. പെണ്ണുങ്ങളെ ഏൽപ്പിച്ചാൽ മതി. ഇപ്പൊ നമ്മളെ എവിടെങ്കിലും ഒക്കെ ഉണ്ടാവും പറയും, കുട്ടിക്ക് ഭയങ്കര പണിയാന്ന് പറയും. എന്നാ വേ സദ്ക്കയിട്ടാളെ അറിയാം, എന്നാൽ സദ്ക്കൊക്കെ അപ്പം തന്നെ ചെയ്യാം, ഹെൽറ്റാ മതി. ഉറപ്പാണ് നിബിധങ്ങൾ നിങ്ങളുടെ മുബാറക്കായ നാവുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളെ രോഗികളെ നിങ്ങൾ എന്ത് ചെയ്യും? സദക്ക കൊണ്ട് ചികിത്സിക്കും. ആ ഉറപ്പായിട്ട് ആ ചികിത്സ ഫലിക്കും. അതുകൊണ്ട് സദക്ക ചെയ്യണം. അസ്സദഖത്തു റദ്ദുൽ, എല്ലാവർക്കും അറിയാം. ആ നേരത്തെ കുറ്റിമേലുള്ള അതിൻ്റെയാണ് എല്ലാ ഹദീസും എഴുതിയേക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ആ നേരത്തെ കുറ്റി കാണുമ്പോൾ ദേഷ്യം പിടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഹദീസ് ശരിയാവേ. നേരത്തെ കുറ്റി കാണുമ്പോൾ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും ആ ഹദീസ് എന്താണ്? എല്ലാ ബലാ മുസീബത്തുകളും തടിയെന്ത്? സദക്ക. അതുകൊണ്ട് പഴമക്കാരൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ, നമ്മളിപ്പോ രാവിലെ വണ്ടിയൊക്കെ എടുത്ത് പോരാണെങ്കിൽ അതൊരു സദക്ക ചെയ്താൽ കുറെ കാര്യത്തിൽ കഴിച്ചിട്ടുള്ളൂ. വെറുതെ ഒരു പഞ്ചറായാൽ മതി, അതിനും കൊടുക്കണം. എന്ത്? ബൈക്കാണെന്ന് 150 കൊടുക്കണം, കാറാണെങ്കിൽ ഇതിനും കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടോന്നൊക്കെ കൊടുക്കുമ്പോഴത്തേനും അത് കൊടുക്കേണ്ടി വരും. ബൈക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓട്ടോറിക്ഷ കയറ്റിട്ട് കൊണ്ടുകൊണ്ടി വരും. അപ്പൊ ചില്ലറ പൈസ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കുക. അത് ഭയങ്കര ഐശ്വര്യം ഉണ്ടാവും, ഭയങ്കര വർക്കത്തുണ്ടാവും. അതുകൊണ്ട് ഈ കുപ്പിയിൽ കുറച്ച് പൈസ കിട്ടിക്കണ നല്ലതാണ്. ഇന്ന് പോയിട്ട് നോക്കൂലേ? അടുത്ത് കുപ്പി അടക്കം പോവോ? കുട്ടികളെ അടിച്ചു മാറ്റിട്ട് നോക്കുമ്പോണ്ടോ? അപ്പൊ അള്ളാഹുവിനുള്ളത് എന്നൊക്കെ അയിമലൊരു കള്ളാസിൽ എഴുതി വെച്ചാല് കുട്ടികൾക്ക് ചെറിയൊരു പേടി ഉണ്ടാവും. ഇല്ലേ കുട്ടികളെ ആയിരിക്കും ഇത് ഉമ്മന്റെ പൈസ എന്ന് വിചാരിച്ചിട്ട് ഉമ്മന്റെ പാപ്പന്റെ പൈസ അടിച്ചു മാറ്റലാണ് ആരെ പരിപാടി. ഇപ്പോഴുള്ള ചെക്കന്മാർക്ക് ആവും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആൾക്കാരൊക്കെ അതിന്റെ മാസ്റ്റർ പീസ് ആൾക്കാരെ, ഏത് ഈ ഇരിക്കണ സാലീയങ്ങളായ ആൾക്കാര്. ഇപ്പോഴുള്ള ചെക്കന്മാർക്ക് ഇതിന് അതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലാത്ത പരിപാടി തന്നെ. അതുകൊണ്ട് ഉമ്മന്റെ പാപ്പന്റെ പൈസ കടിച്ചു അപ്പൊ ഈ പൈസ മാറ്റിക്കോളാം. അപ്പോൾ അവിടെ അള്ളാഹുവിനുള്ളതാണില്ലെങ്കിൽ അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കള്ളാസം വെച്ചെടുത്താല് വെച്ച് എഴുതിക്കുന്നത് നല്ലതാണ്. ചില സ്ത്രീകളൊക്കെ ഒന്ന് കാണുമ്പോൾ ഇതെന്താണ് ചോദിക്കും. അപ്പൊ ഓൽക്കും പറഞ്ഞു കൊടുത്താൽ ഓലും എന്ത് ചെയ്തോളൂ. അങ്ങനെ മനുഷ്യർ നന്മ ഉണ്ടായിക്കോളും. ഞാൻ കുറെ കൊല്ലം മുമ്പ് മഞ്ചേരി മേലാകത്ത് ഒരു വീടായിരുന്നു. ആ മസ്ജിദിനോട് ഒരു വീട്, ഒരു ചുമരൊക്കെ തട്ടിയിട്ട് അടക്കുന്ന നിസ്കാരമൊക്കെ തുടങ്ങിയിട്ട് 12 ഖുർആൻ ക്ലാസിന്റെ തിങ്കളാഴ്ച അന്ന് ഞാനിങ്ങനെ ഒരിക്കലും ഇതിങ്ങനെ പറഞ്ഞന്നാണ്. ഒരു ഗൾഫിലുള്ള ഒരാള്, മക്കത്തുള്ള ഒരാള്, അവിടെ ടാക്സി കൂട്ടുന്ന ഒരാളുണ്ട്. അയാള് അന്നാ ക്ലാസ്സിന് വന്നിരുന്നു. അങ്ങനെ അയാള് എന്ത് ചെയ്തു പറഞ്ഞാൽ അയാൾ പിറ്റത്താഴ്ച പോവുകയാണ്. അയാൾ ഒറ്റ ക്ലാസ്സിനെ പങ്കെടുത്തുള്ളൂ. പിന്നെ ഞാൻ ഒരിക്കൽ മക്കത്ത് വന്നപ്പോൾ അയാളെ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു.
എന്നോട് ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ അന്ന് ഉസ്താദ് പറഞ്ഞു അത് ഞാൻ ഇവിടെ വെക്കണ, ഞാൻ എന്നും എന്ത് ചെയ്യില്ല എന്നാൽ ഒരു കുറച്ച് റിയാല് ഞാൻ അതിലിടലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പം അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ എന്നോട് ആ റിയാലുമായിട്ട് അയാൾ വന്നത്. അപ്പൊ ആ റിയാല് ഫുള്ള് ഇന്ത്യയിൽ തന്നു. നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്താലേ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ വെച്ചത്, നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്താലേ ആയിരുന്നു. അപ്പൊ ഞാനൊരു രോഗിയായ ഒരാളുടെ ഞാനും അയാൾക്ക് അറിയാൽ തന്നെ കൊടുത്തു. അറിയാൽ പൈസ ഒന്നാക്കാൻ കൊടുത്തില്ല, അറിയാൽ തന്നെ ആയിട്ട് കൊടുത്തു. പിറ്റത്തെ കൊല്ലാണ് തോന്നിട്ട് ഞാൻ മക്കത്ത് പോയപ്പോൾ ഇദ്ദേഹം ചെറിയ അസ്വസ്ഥതയിലുള്ള രോഗക്കൈ, ഒരു 50 വയസ്സുണ്ടാവും. ആ രോഗത്തിലായിട്ട് ഇവർ മരിച്ചു. പക്ഷേ ലാസ്റ്റ് സമയം ഒരാടെ ഇങ്ങനെ ചെറിയ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളായിരുന്നു. ഇവിടെ നിന്ന് സാമ്പത്തിക അവസ്ഥയിലുണ്ടായിരുന്നു. ഇതേപോലെ ആ ഖുർആൻ ക്ലാസ്സിലുള്ള ഒരാള് ഇതേമാതിരി സ്വരൂപിച്ചു വലിയൊരു സംഖ്യ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം, നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇട്ടതാണ്. അത് ഞാൻ ഇയാൾക്കും കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ അതേ മനുഷ്യ അദ്ദേഹത്തിനൊക്കെ പറഞ്ഞ സ്വർഗത്തപ്പം നല്ല മനുഷ്യനായിരുന്നു, ക്വാളിറ്റി ഇല്ല, ഒരു സാധു മനുഷ്യൻ. അങ്ങനെ കുറേ മനുഷ്യർ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും, ഒന്നും ചെയ്യല് നടക്കൂല. അപ്പൊ അങ്ങനൊക്കെ ആയാലും എന്തെങ്കിലുമൊക്കെ അതൊക്കെ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ നല്ലൊരു കാര്യത്തിന് പുറപ്പെടാണ്, കുറച്ചനെ ഒരു നന്മ ചെയ്ത് ഞാൻ ഇറങ്ങാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്തൊന്നും ആളെ കാണാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂല. നമ്മൾ അങ്ങനത്തെ വിഷ്കന്മാരൊന്നുമല്ല, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാനൊന്നും മടിയുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ പലപ്പോഴും ഇങ്ങനെ നമ്മൾ ഈ വണ്ടികളിലൊക്കെ പോണ ആൾക്കാരായതുകൊണ്ട് ഒന്നും വല്ലാതെ ഒന്നും ചെയ്യില്ല ഉണ്ടാവും. പക്ഷെ എന്നും ഇതിലിട്ട് പോയാൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ വലിയ ഇതുണ്ടാവും, പെങ്ങളെ കുട്ടിക്കോ മൂത്താമ്മന്റെ കുട്ടിക്കോ അമ്മായിന്റെ കുട്ടിക്കോ ആർക്കെങ്കിലുമൊക്കെ അസുഖമോ എന്തെങ്കിലും കേസ് കെട്ടൊക്കെ പെണ്ണുങ്ങൾ ചിലപ്പം പറയല്ലോ സാമ്പത്തികമായി. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് ഒരു വലിയ സംഖ്യയൊക്കെ ആക്കിയിട്ട് കൊടുത്താൽ മാഷാ അല്ലാഹ് ചെയ്യൂല നിങ്ങൾ. ചിലപ്പോൾ ആ ഒരു 10ന്റെ ഓട്ടം കേൾക്കും, എവിടെ കാമായക മരണത്തിന് ശേഷം വലിയ പ്രയോജനം ചെയ്യൽ ചിലപ്പോൾ അതയിക്കും. കാരണം ആ കുപ്പിയിലിടലൊക്കെ ഇഖ്ലാസിലേക്കും. കാരണം അത് വലിയ ഒമ്പത്തരത്തിനൊന്നും എന്ത് ചെയ്യില്ല, നമ്മൾ ഇടൂല. പിന്നെ ചെലവാക്കില ഗുണങ്ങളൊക്കെ കഴിക്കും. അവിടെ ഒന്ന് വെക്കൂല വൈ അല്ലാഹ് നമുക്ക് അമൽ ചെയ്യുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, നിശ്ചയമായും ഈമാനുള്ളവരും അമൽ സാലിഹാത്ത് ചെയ്യുന്നവരും ലഹും അവർക്കുണ്ട് അജ്റുൻ പ്രതിഫലമുണ്ട്, ഗൈറു മംനൂൻ മുറിഞ്ഞു പോകാത്ത പ്രതിഫലം ഉണ്ടാവും. എന്നുവെച്ചാൽ മുറിയില്ല, അങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഈമാനും അമൽ സാലിഹാത്തും ചെയ്തവർക്ക് മുറിഞ്ഞു പോകാത്ത നന്മകൾ ഉണ്ടാവും. അല്ലാഹ് നമ്മൾ കാരണമായിട്ട് ഒരാളെ അമൽ ചെയ്തു, അവർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന്റെ കൂലിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണ്ടാവും. നമ്മളോട് ഇരുന്ന് ഖുർആൻ പഠിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഈ പള്ളിക്ക് സമ്പത്തേലൊക്കെ ആൾക്കാർ എവിടെയൊക്കെ മനുഷ്യന്മാരുണ്ടാവും, ഓല അറിയുന്ന കൂടി ഉണ്ടാവില്ല. ചോരയിലൊക്കെ സ്വീകരിക്കപ്പെടുന്ന നിസ്കാരമായിട്ടാ പോവാ. നമ്മളെ നിസ്കാരം ചിലപ്പോൾ എന്തായിട്ടുണ്ടാവില്ല, സ്വീകരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ കർമ്മത്തിന്റെ പ്രതിഫലം അല്ലാഹു ഫുള്ള് അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും, നമുക്കൊരു കുറവുണ്ടാവില്ല. അങ്ങനെ നന്മകൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഗൈറു മംനൂൻ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോകാതെ അങ്ങനെ തിന്നുകൊടുക്കും. നമ്മളിവിടെ കുറച്ചൊക്കെ ലാഭമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്തിനാ പോകുന്ന ഇത്രയൊക്കെ ലാഭം കൊടുക്കണമെന്നിട്ട് പിന്നെയാണ് എന്ത് ചെയ്യല്, വലിക്കലും മുക്കലും കച്ചവടമില്ല എന്നറിയലും ഒക്കെ പോകണ്ടല്ലോ. അല്ലാഹു തആല അങ്ങനെയല്ല. അല്ലാഹു തആല കൊടുക്കാൻ തുടങ്ങിയാൽ ആ പറഞ്ഞ അതേമാതിരി കൊടുത്തുകൊണ്ടിരിക്കും. ഇന്നല്ലദീന ആമനു, നിശ്ചയമായും വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തവരും, ലഹും അവർക്കുണ്ട് അജ്റുൻ പ്രതിഫലമുണ്ട്, ഗൈറു മംനൂൻ മുറിഞ്ഞു പോകാത്ത നിലയിലുള്ള പ്രതിഫലമുണ്ട്. അല്ലാഹ് നമ്മളങ്ങനെ ഈമാനും അമലും സ്വാലിഹാത്തൊക്കെ ഉള്ള ആൾക്കാരെ കൂട്ടത്തിലാക്കുമാറാവട്ടെ.